Welcome all to the free webinar of UGC NET Computer Science, June 2024, conducted by Big Learning, the next big step. ഈ ഒരു വെബിനാറിന്റെ റിസോഴ്സ് പേഴ്സണായിട്ടുള്ളത് ഏണസ്റ്റ് അക്കാഡമിയുടെ ചീഫ് എഡ്യൂക്കേറ്ററായ മിസ്സിസ് ജസ്ന പി ആണ്. രണ്ടിലധികം തവണ UGC നെറ്റും അതുപോലെ മറ്റു പല കോമ്പറ്റീറ്റീവ് എക്സാംസും ക്രാക്ക് ചെയ്തിട്ടുള്ള ഈ ഫീൽഡിൽ വളരെയധികം പരിചയസമ്പന്നയായ ജസ്ന മാഡത്തെ ഈ വെബിനാറിലേക്ക് ഞാൻ അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വെബിനാർ എന്ന് പറയുന്നത് UGC നെറ്റ് എക്സാമിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ജസ്ന, 3 വർഷം ആയി ഈ ഒരു ഫീൽഡിലുണ്ട്. 3 തവണ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളതാണ്. 3 വർഷത്തോളമായി 3 സൈക്കിളായിട്ട് ഏണസ്റ്റിന്റെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 3 സൈക്കിളായിട്ട് ഞാനിപ്പോൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. PYQ സെഷൻസും MCQ സെഷൻസും ആയിട്ട് ഡിഫറെന്റ് ഏരിയാസ്, നെറ്റിൽ വരുന്ന ഡിഫറെന്റ് ഏരിയാസ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്ത് ഓഫ്ലൈൻ ആയിട്ടും നെറ്റിന്റെ കോച്ചിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ അകത്തുള്ള CCSIT എന്നുള്ള ക്യാമ്പസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷനിലേക്ക് പോവാം. നമ്മളിൽ ഒരുപാട് പേര് എന്താണ് ഈ നെറ്റ് എക്സാം എന്നുള്ളത് ഇപ്പോഴും ബേസിക് ആയിട്ട് അറിയാത്തവരുണ്ടാവാം. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല, നെറ്റ് ക്വാളിഫൈ ആയിട്ടുള്ള നെറ്റിനെ കുറിച്ച് അറിയുന്ന ആളുകൾ ഉണ്ടാവും. അവരെന്തായിരിക്കും മേ ബി ഇനി JRFന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു വെബിനാർ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ PG പഠിക്കുന്ന സമയത്താണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ PG കഴിഞ്ഞ ആ സമയത്ത് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മേ ബി നെറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു കട്ട് ഓഫിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ എവിടെയാണ് നിങ്ങൾക്ക് പഴച്ചു പോയിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ നെഗറ്റീവ് വന്നത്, എവിടെയാണ് നിങ്ങളുടെ നെഗറ്റീവ് പോയിന്റ് എന്നുള്ളത്, നിങ്ങളുടെ മൈനസ് പോയിന്റ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് മാറാവുന്ന ഒരു സെഷനാണിത്. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോവാം. അപ്പൊ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് നെറ്റ് എക്സാം എന്നുള്ളതാണ്. നെറ്റ് എന്ന് വെച്ചാൽ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഓൺ ദ ബിഹാഫ് ഓഫ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. UGCയും NTA എന്നുള്ള ഒരു ഏജൻസിയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ നെറ്റ് ക്വാളിഫൈ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് ക്വാളിഫൈ ആവുന്നത്? നെറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് എലിജിബിലിറ്റി ആണ് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി ആണ് നെറ്റ് എക്സാം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് HSC എഴുതിയാൽ നമുക്ക് കേട്ടറ്റ്, അതിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ്, സെറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെറ്റ് വരെ ആയാൽ നമുക്ക് ഹയർ സെക്കൻഡറി ടീച്ചർ വരെ ആകാം. ബട്ട് നിങ്ങൾ കോളേജിലാണ് നിങ്ങൾക്ക് ടീച്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നെറ്റ് ആണ്. PG മാത്രം പോരാ, നെറ്റും കൂടെ വേണം. എന്നാലേ നമുക്ക് കോളേജുകളിൽ ഒരു ടീച്ചറായിട്ട് അല്ലെങ്കിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്താണ് ഈ ഒരു ബിഗ് ലേണിംഗ്, നെറ്റിന്റെ അല്ലെങ്കിൽ ബിഗ് ലേണിംഗ് എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ബിഗ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ ചുറ്റുള്ള ഭാഗങ്ങളിലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എടുക്കുകയാണെങ്കിലൊക്കെ ഒരുപാട് പേരുകൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിൽ നിന്നും എന്താണ് ബിഗ് ലേണിംഗിന്റെ ഡിഫറൻസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ബിഗ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫോക്കസ്ഡ് ആണ്, അതിനൊരു ഫോക്കസ് ഉണ്ട്. അതെന്താ വെച്ചാൽ ടെക്നിക്കൽ എക്സാംസുകളാണ്. നിങ്ങൾ കാണുന്ന അനദർ പ്ലാറ്റ്ഫോംസ് ഒക്കെ എന്താണ്, എല്ലാ ജനറൽ PSCയും അതല്ലെങ്കിൽ എല്ലാ നെറ്റ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ബട്ട് ബിഗ് ലേണിംഗിലേക്ക് വരുമ്പോൾ ഇതിനെന്താണ്, ടെക്നിക്കൽ എക്സാംസിന് ഒരു ഫോക്കസ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസ് ഏരിയയിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ PSC എക്സാമുകളിലും കോച്ചിങ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ അതിന്റെ മെറ്റീരിയൽസ്
കുട്ടികളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും അല്ലെങ്കിൽ വരാനാവുമ്പോഴേക്കും, അതായത് പ്രീവിയസ്ലി ഉള്ള ലിസ്റ്റിന്റെ കാലാവധി തീരുമ്പോഴേക്കും ഇങ്ങനെ ഒരു എക്സാം വരുന്നുണ്ട് എന്നുള്ളത് കുട്ടികളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ആസ്പിരൻസിന്റെ അടുത്തേക്ക് എത്തിക്കുവാനും ഒക്കെ ബിഗ് ലേണിങ്ങിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക് ബോൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളും ഇതേ ഫീൽഡിലുള്ളവരാണെന്നാണ്. അതായത് എംടെക്കിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ്, അത് IT ആവാം, ഇലക്ട്രോണിക്സ് ആവാം, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാഞ്ചസുകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് ഇതിന്റെ ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് കൂടെ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമുകൾ അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അവരുടെ സ്ട്രാറ്റജി എന്താണ്, അവരെന്തൊക്കെ മെറ്റീരിയൽസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നമ്മളിലേക്കും കൂടി എത്തിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ട് വിളിച്ചിട്ടില്ല പ്രോഗ്രാമർ, DBA, CS, പോളിടെക്നിക്കൽ കമ്പ്യൂട്ടർ സയൻസ് എക്സാം, അസിസ്റ്റന്റ് പ്രൊഫസർ CS, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ IT, പിന്നെ പോളി ലെക്ചറർ ഇൻ IT, ഇതുപോലെ CS റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും കോച്ചിങ് ക്ലാസ്സുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പോളി ലെക്ചറും പ്രോഗ്രാമറൊക്കെ എക്സാമുകൾ കഴിഞ്ഞതാണ്. നമുക്ക് അറിയാം, നമ്മളിപ്പോ നല്ല സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. പ്രോഗ്രാമർ എന്നുള്ള എക്സാമിന്റെ PSC ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റിൽ 30 കാൻഡിഡേറ്റ്സ് എന്താണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുള്ളവരാണ്. മാത്രമല്ല അതിൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഇതുപോലെ ടീച്ചേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടി ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണ്. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതാണ് സെയിം ഫീൽഡിലുള്ള ആളുകൾ, അപ്പൊ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടി ഫോക്കസ്ഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണോ അവരുടെ സ്ട്രാറ്റജി എങ്ങനെയാണോ അതും കൂടെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് പറഞ്ഞുതരാൻ പറ്റും. സാധാരണ പ്ലാറ്റ്ഫോമിനെ അപേക്ഷിച്ച് ഞാൻ ബിഗ് ലേണിംഗിൽ കാണുന്ന ഒരു പ്ലസ് പോയിന്റ് അതാണ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ 3 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. എല്ലാ ടെക്നിക്കൽ എക്സാമുകൾസും അല്ലെങ്കിൽ CS റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾ വരുമ്പോൾ നമ്മൾ അതിനൊക്കെ അപ്ലൈ ചെയ്യും, നമ്മൾ അതിനൊക്കെ ട്രൈ ചെയ്യും. ഓക്കെ, എക്സാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് അതിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് വന്നപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കാനും പോകും അതിന്റെ കൂടെ. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ ഡൗട്ട് വരുന്ന സമയത്ത് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന പേജ് എന്ന് പറയുന്നത് ബിഗ് ലേണിംഗിൻ്റെതായിരിക്കും. അതായത് ഇപ്പോ കേരളത്തില് നമുക്ക് പറയുകയാണെങ്കിൽ, മലയാളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ടെക്നിക്കൽ എക്സാമിനെ ഫോക്കസ് ചെയ്യുന്ന വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് വേറെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് എല്ലാ PSCയും നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും, അതിന്റെ കൂടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസും പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് എല്ലാ നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ടാവും, അവരുടെ കൂടെ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, അതിന് നിങ്ങൾക്ക് അപ്പയർ ചെയ്യാം. പക്ഷെ ബിഗ് ലേണിംഗിലാവുമ്പോൾ ഇതേ ഫീൽഡിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഇതിന്റെ ബാക്ക് ബോണിലുള്ളത്. അതുകൊണ്ട് അതിന്റെ പ്ലസ് ബെനിഫിറ്റ്സും കൂടി നമുക്ക് കിട്ടും. പിന്നെ ഒരേ കാറ്റഗറിയിൽ വരുന്ന ഇത്രയും എക്സാംസുകൾ CS റിലേറ്റഡ് ആയിട്ട് മാത്രമുണ്ട്. അപ്പോ അത്രയും കണ്ടന്റ് അല്ലെങ്കിൽ അത്രയും മെറ്റീരിയൽസ് അവിടെ ഉണ്ട്. ഇതിലെല്ലാത്തിലും വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഇതിലെല്ലാത്തിലും ഇപ്പൊ നിങ്ങൾ DBAയിലാണെങ്കിൽ അവിടെ ഡാറ്റാബേസിന്റെ പേപ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ പ്രോഗ്രാമിലാണെങ്കിലും ഏതിലാണെങ്കിലും ബേസിക് ആയിട്ട് CS പേപ്പർ പ്രോഗ്രാമിംഗ് ഇൻ C എന്നുള്ള പേപ്പർ പഠിക്കേണ്ടി വരും. സോ ഈ എല്ലാ കോഴ്സിലും ഒരേ ടീച്ചർ ആയിരിക്കില്ല ആ ഒരു പേപ്പർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരേ ടോപ്പിക്കിന് തന്നെ ഒന്നിൽ കൂടുതൽ ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ബിഗ് ലേണിംഗിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. 2 ദിവസം മുന്നെയാണ് PSC പ്രോഗ്രാമർ ലിസ്റ്റ് വന്നത്. അതിൽ 30 കാൻഡിഡേറ്റ്സ് എന്താണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ളവരാണ്. മാത്രമല്ല നമ്മളെ പോലെ ഇതുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നവർ കൂടെ ഈ ഒരു ലിസ്റ്റിലുണ്ട്. അപ്പൊ നമുക്ക് അത്രയും എന്താണ് മോട്ടിവേഷനും കൂടെയാണത്. ദെൻ ഇതേപോലെ തന്നെ എക്സാം കഴിഞ്ഞിരിക്കുന്നതാണ് ഇപ്പൊ പോളി ലെക്ചറർ ഇൻ IT എന്ന് പറഞ്ഞ എക്സാം. അപ്പൊ അതിലും നമ്മൾ ഈ ഒരു റിസൾട്ട് ഇതുപോലുള്ള റിസൾട്ട് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം അത്രയും വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. സോ നമ്മൾ അങ്ങനെയുള്ള ഒരു റിസൾട്ട് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 90-100+ സ്റ്റുഡൻസ് നമുക്കിപ്പോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന HSST CS ക്ലാസ്സിലുണ്ട്.
ഓക്കെ, അപ്പോ ആ ഒരു എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എക്സാം നടന്നിട്ടില്ല. അതിലും നമ്മൾ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ് 2 ബാച്ച് ആക്കിയിട്ട് ഓഫ്ലൈനും റെക്കോർഡഡും എല്ലാം ഓൺലൈൻ തന്നെയാണ്. റെക്കോർഡഡ് ആയിട്ടും അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിലുമായിട്ട് 2 ബാച്ചുകൾ ഇപ്പോൾ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ നമുക്കുള്ളത് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആണ് ബിഗ് ലേണിംഗ് മറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിഫറൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെറ്റിന്റെ എക്സാമിലേക്ക് തന്നെ വരാം. നമ്മൾ ഏത് എക്സാം ആണെങ്കിലും, നെറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ PSC ആയിക്കോട്ടെ, ഇനി SSCന്റെ അതുപോലെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്സാംസുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ആദ്യം നമ്മൾ വേണ്ടത് എന്താണ്? നമുക്ക് ആദ്യം എന്താണ് എക്സാം എന്ന് അറിയാന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോ നിങ്ങൾ ഏതെങ്കിലും മറ്റു വല്ല എക്സാമുകളാണെങ്കിലും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ എക്സാം എന്താന്നുള്ളതാണ്. സോ നെറ്റ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ സാധാരണ എന്താ ചെയ്യല്, നമ്മൾ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചേഴ്സ് ഇങ്ങനെ പറയും നെറ്റ് ഉണ്ട്, നെറ്റ്. അപ്പൊ അത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് വന്ന് പറയും ഇപ്പൊ അപ്ലൈ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്, അപ്പൊ കോൾ ഫോർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പോയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ കൂടെ ആ ഒഴുക്കിൽ അങ്ങനെ പോകും, എന്നിട്ട് അപ്ലൈ ചെയ്യും. പിന്നെ അവരെല്ലാവരും പോകുന്നുണ്ട്, നമുക്കൊരു ട്രിപ്പ് മോഡലൊക്കെ പോയിട്ട്, കാരണം നെറ്റിന്റെ എക്സാം ചിലപ്പോൾ കുറച്ച് ദൂരെയുള്ള സിറ്റികളിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ട്രിപ്പ് മോഡലൊക്കെ പോയി എക്സാം എഴുതും വരും. അത്രേ നമ്മൾ നെറ്റിനെ കാണാറുണ്ടാവുള്ളൂ. ഒരു PG കഴിഞ്ഞ് അല്ലെങ്കിൽ PG ലെവലിലൊക്കെ നമ്മൾ എക്സാം എഴുതുമ്പോൾ അങ്ങനെയല്ല ശരിക്കും നമ്മൾ എക്സാം എഴുതേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എക്സാം എന്താണ് എന്ന് അറിഞ്ഞിട്ട് വേണം എക്സാം എഴുതാൻ. ഓക്കെ, അപ്പോൾ നെറ്റ് നമ്മൾ ആദ്യം പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അല്ലെ. നമുക്ക് ലെക്ചേഴ്സ് ആയിട്ട് കോളേജിൽ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് എയ്ഡഡ് മാത്രമല്ല, ഇപ്പൊ എന്താണ് നമ്മൾ പ്രൈവറ്റ് കോളേജുകളിലെ ഇന്റർവ്യൂവിൽ പോയാലും നെറ്റ് ഇല്ലാത്തവരുണ്ടാവില്ല. നെറ്റ് ഇല്ലാത്തവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നെറ്റ് ഇല്ലാത്ത ഒരാൾ അവിടെ എക്സാം നമുക്ക് അവർ ചൂസ് ചെയ്യുള്ളൂ. വന്നതിൽ ഒരാളെങ്കിലും നെറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് തന്നെയാണ് പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നെറ്റ് ഇല്ലാത്തവർ കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം CS നെറ്റ് എന്ന് പറയുന്നത് അത് കണ്ടക്ട് ചെയ്യുന്നത് UGC ആണ്. അപ്പൊ UGC നെറ്റുകൾക്കൊന്നും എന്തില്ല, നെഗറ്റീവ് മാർക്കില്ല. അപ്പൊ നെഗറ്റീവ് മാർക്ക് വരാത്തൊരു എക്സാം ക്വാളിഫൈ ചെയ്യാന്ന് പറയുന്നത് PG 55% എബോവ് മാർക്ക് വാങ്ങിയിട്ട് ക്വാളിഫൈ ചെയ്ത ഒരാൾക്ക് ഒരു വലിയൊരു കടമ്പയൊന്നുമല്ല. നമുക്ക് PGയിൽ അത്യാവശ്യം മാർക്ക് വാങ്ങി നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, നമുക്ക് അത്യാവശ്യം കണ്ടന്റ് നമ്മളെ കയ്യിലുണ്ട്. ബട്ട് എന്നിട്ട് നമ്മൾ അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിപ്പറേഷനിൽ വരുന്ന എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനൊന്ന് നമ്മൾ വേണം, ഈ എക്സാം എന്താന്ന് അറിഞ്ഞിട്ട് നമ്മൾ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. സോ ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഒരു വർഷത്തിൽ തന്നെ ട്വൈസ് ഇൻ എ ഇയർ ആണ്. 2 പ്രാവശ്യം ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യും. അതും ജൂണും ഡിസംബറിലും ആയിരിക്കും ആ ഒരു എക്സാമുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കൊറോണന്റെ സമയത്ത് ഈ സൈക്കിളിൽ ചില മാറ്റങ്ങൾ വന്നിരുന്നു. അപ്പോൾ കൊറോണ കാരണം എക്സാമുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റാത്ത സമയത്ത് എന്ത് ചെയ്തു, അത് പിന്നെ വന്ന സമയത്ത് മെർജ് ചെയ്തിട്ട് എക്സാമുകൾ നടത്തി. പക്ഷെ ഇപ്പൊ അത് ആ ഒരു ഇതിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോഴും 2023 ജൂണിൽ എക്സാം കണ്ടക്ട് ചെയ്തു, അതുപോലെ തന്നെ ഡിസംബറിലും എക്സാം കണ്ടക്ട് ചെയ്തു. അതിൽ ഡിസംബറിലെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻസർ കീ ഒക്കെ ഔട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ എന്താണ് അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്? നെറ്റ് എക്സാം എഴുതാൻ ഇപ്പൊ നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് എക്സാം എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മൾ PG പെർസ്യൂവിംഗ് ആണെങ്കിൽ നമുക്ക് നെറ്റ് എക്സാം എഴുതാം. ഓക്കെ, PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എക്സാം എഴുതാം. പക്ഷെ അതിന്റെ റിസൾട്ടിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 6 months or 1 year ആണെന്ന് തോന്നുന്നത്. നമ്മൾ അതിന്റെ ഇടയിൽ PG ക്വാളിഫൈഡ് ആയിരിക്കണം. എക്സാമിന്റെ റിസൾട്ട് വന്ന് നിങ്ങൾ ക്വാളിഫൈ ആണെങ്കിൽ PG നമ്മൾ കഴിഞ്ഞിരിക്കണം, 1 വർഷത്തിന് എടുക്കാൻ തോന്നുന്നത്. ഓക്കെ, ദെൻ അതല്ലെങ്കിൽ നമ്മൾ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടാവണം. അതും 55% മാർക്ക് വേണം. ജനറൽ കാറ്റഗറി, അതായത് PGന്റെ മാർക്ക് 55ന്റെ എബോവ് ആണെങ്കിൽ നമുക്ക് നെറ്റ് ക്വാളിഫൈ ആവാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ദെൻ ഇനി നിങ്ങൾ റിസർവ്ഡ് കാറ്റഗറീസ് ആണെങ്കിൽ 50% മതി. ഓക്കെ, അപ്പൊ ഇതാണ് നെറ്റ് എക്സാമിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ആ ഒരു എക്സാമിന്റെ പാറ്റേൺ എങ്ങനെ വരുന്നത് നോക്കാം. ഇപ്പോ നെറ്റിന്റെ എക്സാമിൽ 2 പേപ്പേഴ്സ് ആണുള്ളത്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. കുറച്ചൊക്കെ മുന്നേ എന്തായിരുന്നു, 3 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പേപ്പർ 3 ഉണ്ടായിരുന്നു. അപ്പൊ പേപ്പർ 1ഉം പേപ്പർ 2ഉം പേപ്പർ 3ഉം എന്തായിരുന്നു, സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, 2 പേപ്പർ മാത്രമേ ഉള്ളൂ.
പേപ്പർ 1ഉം പേപ്പർ 2. അപ്പൊ പേപ്പർ 1ൽ ജനറൽ പേപ്പറാണ്. അത് CS മാത്രമല്ല എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സിലബസ് ആണുള്ളത്. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ മാറും. എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആവില്ല. നമുക്കറിയാലോ, ഇപ്പോൾ ഓൺലൈൻ മോഡാണ് എക്സാം. അപ്പോൾ ഡിഫറെന്റ് ഡേയ്സിലൊക്കെ ആയിരിക്കും എക്സാം വരുന്നത്. അപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആവില്ല, ക്വസ്റ്റ്യൻ പേപ്പർ മാറും, ബട്ട് സെയിം സിലബസ് ആയിരിക്കും. ദെൻ പേപ്പർ 1ന് നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് ആണ്. സോ പേപ്പർ 1ന് 100 മാർക്കും, അതുപോലെ തന്നെ പേപ്പർ 2 അതാത് സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് CS ആയിരിക്കും ഉണ്ടാവുക. സോ CS-ന്ന് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഓരോന്നും 200 മാർക്കിന്, ഒരു ക്വസ്റ്റ്യന് 2 മാർക്സ്, അങ്ങനെ ടോട്ടൽ 200 മാർക്കിന്. സോ ടോട്ടൽ 300 മാർക്കിനാണ് ഈ എക്സാം ഉള്ളത്. അതിൽ 100 മാർക്ക് നമുക്ക് പേപ്പർ 1 200 മാർക്ക് നമുക്ക് പേപ്പർ 2 ആണ് വരുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. അതായത് 180 minutes ആണ്. 3 hours ആയിരിക്കും നമുക്ക് ടോട്ടൽ ടൈം ഉള്ളത്. അപ്പൊ ഈ ഒരു 3 hoursന്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യണം? 150 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ 180 മിനിറ്റിനടുക്ക് നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യനുള്ള ടൈം എന്ന് പറയുന്നത് 1.2 minutes ആണ്. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യന് 1.2 minutes കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ 150 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം. അപ്പൊ ഇതാണ് ആ ഒരു എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മൾ നെറ്റിന്റെ കൂടെ തന്നെ കേൾക്കുന്ന മറ്റൊരു വേർഡാണ് JRF എന്നുള്ളത്. അപ്പൊ എന്താണ് JRF എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ നെറ്റും JRF തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? ഇപ്പൊ JRF എന്ന് പറഞ്ഞാൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അത് നമുക്ക് എന്തിനാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത്? അത് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ, നമുക്ക് JRF ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസർച്ചിന് പോകാൻ പറ്റും. നിങ്ങൾക്ക് PhDക്ക് ജോയിൻ ചെയ്യാം വിത്ത് ഫെലോഷിപ്പ്. അതായത് നമുക്ക് എന്തുണ്ടാവും? സ്കോളർഷിപ്പോട് കൂടിയിട്ട് നമുക്ക് PhD ചെയ്യാൻ പറ്റും. സ്കോളർഷിപ്പോട് കൂടി നമുക്ക് PhD ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ സ്കോളർഷിപ്പിന്റെ എമൗണ്ട് ഒക്കെ നമുക്ക് ഇനി വരും സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ നിങ്ങൾ JRF-നാണെങ്കിൽ വേറെ എക്സാം പോയി എഴുതണ്ട. നമുക്ക് ഒറ്റ എക്സാം ആണ്. നെറ്റിനും JRF-നും ഒരൊറ്റ എക്സാം ആണ്. അപ്പോൾ നെറ്റിന് എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മോട് അതിനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, നിങ്ങൾക്ക് നെറ്റ് മതിയോ അതോ JRF-ഉം കൂടെ വേണോ എന്നുള്ളത്. അപ്പൊ നമ്മൾ JRF-ഉം കൂടെ സെലക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്താണ്, നമ്മുടെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മുടെ മാർക്ക് JRF-ന് വേറെ കട്ട് ഓഫും നെറ്റിന് വേറെ കട്ട് ഓഫും ഉണ്ടാവും. സോ JRF-ന്റെ കട്ട് ഓഫിന്റെ എബോവ് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? JRF-ന് ക്വാളിഫൈ ആവും. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് JRF വേണമെന്നുള്ള കോളത്തിൽ നിങ്ങൾ S എന്ന് കൊടുത്തില്ല അപ്ലൈ ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് എന്താണ്, നിങ്ങൾക്ക് JRF-ന്റെ കട്ട് ഓഫിന്റെ എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്തിന് പരിഗണിക്കില്ല? JRF-ന് വേണ്ടിയിട്ട് പരിഗണിക്കില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യാ, നമ്മൾ മേ ബി ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അതേ പൊസിഷനിലാവണമെന്നില്ല നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത്. അപ്പൊ നമ്മൾ മേ ബി കൂടുതൽ ടൈമൊക്കെ കിട്ടിയാൽ നമുക്കറിയാം ചില സമയങ്ങളിൽ എക്സാം ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. എന്തെങ്കിലും കലാമിറ്റീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട്, ഇപ്പൊ ഇപ്രാവശ്യം തന്നെ ചെന്നൈയിലൊക്കെ എക്സാം എന്ത് ചെയ്തു, അവിടെ സൈക്ലോൺ ഒക്കെ വന്ന കാരണം എക്സാം എക്സ്റ്റെൻഡ് ചെയ്തു. അവിടുത്തെ മാത്രം എക്സാം എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ അങ്ങനെ ചില സമയത്തൊക്കെ എന്ത് ചെയ്യാം, എക്സാമുകൾ എക്സ്റ്റെൻഡ് ചെയ്യാം, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചില സമയത്തൊക്കെ അങ്ങനെ വരലുണ്ട്. അപ്പൊ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കൂടുതൽ ടൈം കിട്ടിയാൽ നമുക്ക് JRF-ലേക്ക് ചിലപ്പോൾ നമ്മുടെ മാർക്ക് എത്തിക്കാൻ കഴിഞ്ഞാലോ. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ടിക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ JRF-നും കൂടെ ആണ് അപ്ലൈ ചെയ്യുന്നുള്ള ടിക്കും കൂടെ നിങ്ങൾ അവിടെ കൊടുത്തിടുക. ഓക്കെ, ദെൻ ഇനി എങ്ങനെയാണ് നെറ്റിന്റെയും JRF-ന്റെയും കട്ട് ഓഫ് വരുന്നത് നോക്കാം. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടിയിട്ടുള്ളവരിൽ നിന്നും 1% നമ്മൾ ടോട്ടൽ അപ്പിയർ ചെയ്തിട്ടുള്ള കുട്ടികളിലെ 1% ആണ് JRF-ന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പരിഗണിക്കുക. ദെൻ അതിൽ തന്നെ 6%-നെയാണ് എന്തിനു ചെയ്യുക, നെറ്റിന് വേണ്ടിയിട്ട് പരിഗണിക്കുക. ഓക്കെ, നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് ടോട്ടൽ അപ്പിയർ ചെയ്തതിൽ പാസ് മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളിൽ 6%-ഉം JRF ആണെങ്കിൽ അത് 1%-ന് മാത്രമാണ്. സോ കട്ട് ഓഫ് എന്ന് പറയുന്നത് JRF-ന്റെ കട്ട് ഓഫ് കൂടുതലായിരിക്കും വരിക. അപ്പൊ അത്രയും മാർക്ക്, അതായത് ഇപ്പോൾ 100 കുട്ടികൾ പാസ് മാർക്ക് ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ, പാസ് മാർക്കിന്റെ എബോവ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 1% മാത്രമേ, 100-ൽ ഒരാൾക്ക് മാത്രമേ JRF-ന് ക്വാളിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, JRF കിട്ടുള്ളൂ. അപ്പോ പക്ഷെ അതേ സമയത്ത് നെറ്റ് ആണെങ്കിൽ 100-ൽ 6 പേർക്ക് എന്ത് കിട്ടും? നെറ്റ് കിട്ടും. അപ്പൊ അത്രയും ടഫായിട്ടായിരിക്കും JRF. അപ്പൊ നമ്മൾ അത്രത്തോളം പഠിക്കണം JRF-ലേക്ക് എത്തണമെങ്കിൽ. നെറ്റിലേക്ക് എത്തണമെങ്കിൽ എന്താണ്, 6% പേരെന്തായിരിക്കും നെറ്റ് കിട്ടും. നെറ്റിലേക്ക് എത്തുക എന്നുള്ളത് എന്തല്ല, നമുക്ക് അത്ര വലിയൊരു കടമ്പയല്ല. പക്ഷെ JRF-ലേക്കാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ സിലബസ് അത്രയും കവർ ചെയ്യുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണം. അതിനായിട്ട് ഇരുന്നിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം.
പക്ഷെ നെറ്റിലാണെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ പഠനത്തിന്റെ കൂടെ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിന്റെ ഒക്കെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ജോലിന്റെ കൂടെ, എങ്ങനെ നമുക്ക് നമ്മുടെ പഠനത്തിന്റെ കൂടെ നമ്മുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോവാം, ആ രീതിയിലൊക്കെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു എക്സാം ഉണ്ട്, ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും ഒരു എയ്ഡഡ് കോളേജിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജിൽ ടീച്ചർ ആവാന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് വേറെയും കുറെ ബെനിഫിറ്റ്സുകൾ ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാ നോക്കാം. അപ്പൊ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് എന്താണ് ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ, ഇപ്പൊ ഗവൺമെന്റ് കോളേജുകളിൽ നമുക്ക് എക്സാം ഉണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം ഉണ്ട്. ആ എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നെറ്റ് ക്വാളിഫൈ ആവണം, അത് നിർബന്ധമാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ചില സമയത്ത് ഗസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഗവൺമെന്റിലാണെങ്കിലും എയ്ഡഡിലാണെങ്കിലും ഒക്കെ ഗസ്റ്റ് പോസ്റ്റുകൾ വരും. അപ്പൊ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് നെറ്റ് വേണമെന്നില്ല. പക്ഷെ നമ്മൾ ഇന്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ നെറ്റിന് അവിടെ 10 മാർക്കാണുള്ളത്. 10 മാർക്ക് നമുക്ക് നെറ്റിന് കിട്ടും. അതേസമയം ഇന്റർവ്യൂവിന്റെ മാർക്ക് 10 മാർക്കാണ്, നമ്മൾ PGന്റെ മാർക്ക് 2 മാർക്കാണ്. ഓക്കെ, നമുക്ക് എനി റിസർച്ച് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ 2 വെച്ചിട്ടാണ്. പിന്നെ എക്സ്പീരിയൻസിനൊക്കെ ഓരോ മാർക്ക് വീതം. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും വലിയൊരു മാർക്ക് തന്നെയാണ് 10 മാർക്ക് എന്നുള്ളത് അല്ലെ. അപ്പോൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതോടുകൂടി ആ ഒരു ഇന്റർവ്യൂവിൽ 10 മാർക്കിന് നിങ്ങൾക്ക് എന്തായി മാർക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ പ്രൈവറ്റ് കോളേജുകളിലെ ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിലും എന്ത് തന്നെയാണ്, നെറ്റുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ നോൺ നെറ്റ് കാൻഡിഡേറ്റിനെ അവർ പരിഗണിക്കുക തന്നെ ഉള്ളൂ. ഇനി നിങ്ങൾ PhDന്റെ അഡ്മിഷന് പോവുകയാണെങ്കിൽ PhDക്ക് ഫെലോഷിപ്പോട് കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് JRF വേണം. അതല്ല, JRF ഇല്ലാതെ നമുക്ക് PhDക്ക് പോകാൻ പറ്റും. അപ്പോ എന്താണ്, ഓരോ കോളേജുകളിലാണെങ്കിൽ അല്ലെങ്കിൽ ഓരോ റിസർച്ച് സെന്റേഴ്സിൽ ഒഴിവ് വരുന്നതിനനുസരിച്ച് അവരെന്ത് ചെയ്യും, PhDന്റെ അഡ്മിഷൻ വിളിക്കും. ഇപ്പൊ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാവും, അതല്ലെങ്കിൽ ചില കോളേജസിൽ റിസർച്ച് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. അപ്പൊ അവിടെയുള്ള ടീച്ചേഴ്സിന്റെ അണ്ടറിൽ വേക്കൻസീസ് വന്നാൽ അവരെന്ത് ചെയ്യും, PhDക്ക് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വിടും. ആ സമയത്ത് ഇന്റർവ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ടെസ്റ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും PhDക്ക് അഡ്മിഷൻ എടുക്കുക. സോ നമ്മൾ ആ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെയും PhD ഉള്ളവർക്കായിരിക്കും, അവിടെയും നെറ്റ് ഉള്ളവർക്കായിരിക്കും മുൻഗണന കൊടുക്കുക. JRF ഉള്ളവർക്ക് ഏറ്റവും പ്രയോറിറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നെറ്റ് ഉള്ളവർക്കായിരിക്കും പിന്നെ ഉള്ള പ്രയോറിറ്റി വരിക. അതും കഴിഞ്ഞിട്ടേ ഉള്ളൂ നോൺ നെറ്റ് കാൻഡിഡേറ്റ്സിനെ പരിഗണിക്കുക. പിന്നെ 2023 ഒരു ഡ്രാഫ്റ്റ് വന്നിട്ടുണ്ട് UGCന്റെ. അതിൽ മെൻഡാറ്ററി ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് 60% സീറ്റുകളും നെറ്റ് ഉള്ളവർക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോ അവിടെയുള്ള സീറ്റുകളിൽ, ഒഴിവുള്ള സീറ്റിൽ എന്താണ് 60%ന്റെ അത്രയും പേര് നെറ്റുള്ളവർ വന്നില്ല, എന്നാലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ വെക്കണം. എന്നിട്ട് 60% നെറ്റ് ഉള്ളവർക്ക് തന്നെ കൊടുക്കണം. ബാക്കിയുള്ളതിൽ മാത്രമേ നോൺ നെറ്റിനെ, ഇനി ഇല്ലെങ്കിലും കൂടിയിട്ട് നോൺ നെറ്റിനെ പരിഗണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. 2023 ആ ഡ്രാഫ്റ്റ് നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെ ചില ഫണ്ടഡ് പ്രൊജക്ടുകൾ വരും. അപ്പൊ നമ്മള് ഇപ്പൊ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്, നമുക്ക് ഗവൺമെന്റിൽ എയ്ഡഡോട് വർക്ക് ചെയ്യുന്ന ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയില് അതുപോലെ ചില പ്രൊജക്ടുകൾ വരും. അപ്പോൾ ആ പ്രൊജക്റ്റിന് നമുക്ക് എന്താണ്, നമുക്ക് ആ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ടാവും. സ്കോളർഷിപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് സാലറിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലൊക്കെ വേണമെങ്കിൽ നമുക്ക് PhD ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ PhD റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ നെറ്റ് ഉള്ളവർക്ക് എന്തുണ്ടാവും, പ്രയോറിറ്റി ഉണ്ടാവും. ഇനി നിങ്ങൾ ഇതൊന്നും അല്ല, നിങ്ങൾ ഒരു IT സെക്ടറിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടറിലുള്ള ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ എവിടെ ചെന്നാലും എന്താണ്, നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു, ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുന്നേ കഴിഞ്ഞു പോയ കാൻഡിഡേറ്റ്സ് ഒക്കെ നെറ്റ് ഇല്ലാത്തവരും നിങ്ങൾ നെറ്റ് ഉള്ളവരുമാണെങ്കിൽ എന്താ, നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളതാണല്ലോ ഏത് ഇന്റർവ്യൂവിലുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് നമ്മുടെ CV കാണുന്ന സമയത്ത് തന്നെ നമ്മൾ നെറ്റ് ഉള്ളവരാണെന്ന് കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു ഇംപ്രഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് നിങ്ങൾ അതൊരു ക്വാളിഫിക്കേഷൻ ആയി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായാലും ഒരു പ്ലസ് തന്നെയാണ്. പക്ഷെ നെറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ടഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് കറക്റ്റ് സ്ട്രാറ്റജി ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കഴിയും. അപ്പൊ ഇത്രയും ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾ ഏതൊരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിലും, എവിടെ നിങ്ങൾ പോവുകയാണെങ്കിലും, നിങ്ങൾ നെറ്റുള്ള ഒരാളാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ആ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ടാവും. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമുക്ക് നെറ്റിന്റെ ഒരു ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി എന്താണ് JRF കിട്ടിയുള്ള ബെനിഫിറ്റ്സ് നോക്കാം. അപ്പോൾ നമ്മളിപ്പോ നെറ്റും JRF ഉള്ള ഒരു എന്താണ് ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയം, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനുള്ള ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നെറ്റും JRF ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് തന്നെ ആയിരിക്കും? ഹൈ പ്രയോറിറ്റി വരിക JRF ഉള്ളവർക്ക് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് നെറ്റ് ഉള്ളവർക്ക് വരിക. Then high priority for considering appointment as assistant professors in universities with PhD. ഓക്കെ, ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ എന്താണ് JRF ഉള്ളവരുണ്ടെങ്കിൽ അവർക്കാണ് ഹൈ പ്രയോറിറ്റി വരിക. പ്രയോറിറ്റി ഫോർ ഫണ്ടഡ് പ്രൊജക്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നെറ്റിന് പറഞ്ഞാൽ തന്നെ രണ്ടുപേരും വന്നാൽ ഹൈ പ്രയോറിറ്റി JRFന് വരും. Then ഇനി ആ ഒരു ഫെലോഷിപ്പിന്റെ എമൗണ്ട് ആണ്. ഇത് 2 ഇയേഴ്സിന്റെ മുന്നേ എന്താണ് മോഡിഫൈ ചെയ്ത് വന്നതാണ്. ഫസ്റ്റ് ടൈപ്പ് 35 ആയിരുന്നു, ഇപ്പൊ എന്തായി 30 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ 37 ആയി. അതായത് പിന്നെ അതിന്റെ കൂടെ കണ്ടിജൻസി ഉണ്ടാവും, HRA ഒക്കെ ഉണ്ടാവും. 2 ഇയേഴ്സിന് നമ്മൾ 5 ഇയേഴ്സിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, PhD ചെയ്യുക. അതിൽ 2 ഇയേഴ്സിന്റെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ടോട്ടൽ അത് എത്ര ഉണ്ടാവും? 44,000 എബോവ് നമുക്ക് ഈ എന്താണ് സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് നമുക്ക് PhD ചെയ്യാൻ പറ്റുക. ഓക്കെ, ദെൻ ഇനി നമ്മൾ അത് 2 വർഷം, പിന്നെ അത് നമ്മൾ 5 വർഷത്തിനാണല്ലോ PhDക്ക് ജോയിൻ ചെയ്യുക. ബാക്കി വരുന്ന 3 വർഷം നമുക്ക് എന്താണ് 42,000 പ്ലസ് കോണ്ടിജൻസി പ്ലസ് HRA ഉണ്ടാവും. അപ്പോൾ എന്താണ് 51,000 എബോവ് നമുക്ക് ബാക്കി 3 ഇയേഴ്സ് നമുക്ക് എന്ത് കിട്ടും? സ്കോളർഷിപ്പ് എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും, പെർ മന്ത് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും സ്കോളർഷിപ്പ് എമൗണ്ട്, അതായത് ഏകദേശം നമുക്കിപ്പോ ഒരു എന്താണ് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സാലറിന്റെ അടുത്ത് തന്നെ എത്തും അല്ലെ. 51,000 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന, പെർമനന്റ് ആയിട്ട് നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസറിൽ വർക്ക് ചെയ്യുന്ന അതേ സാലറിന്റെ അടുത്ത് വരെ ഈ എത്തും എമൗണ്ട്. അപ്പൊ അതേ ഒരു എമൗണ്ടിൽ നമുക്ക് വർക്ക് ചെയ്യാതെ നമ്മൾ PhD ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ പഠിക്കുകയാണ്, ആ സമയത്ത് നമുക്ക് ഇത്രയും എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് JRF നെറ്റും നമ്മൾ ക്വാളിഫൈ ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് അതിന്റെ ആ ഒരു നോട്ടീസാണ്. ഇപ്പൊ ഇത് റിവൈസ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ, അതായത് 2 വർഷമായിട്ടുള്ള ഈ ഒരു റിവിഷൻ വന്നിട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വന്നിരുന്നത് 31 ആയിരുന്നു, ഇപ്പോഴാണത് 37ലേക്ക് വന്നത്. അപ്പൊ ഇത് ആദ്യം ഉണ്ടായിരുന്നതാണ്. ഓക്കെ, അപ്പൊ ആദ്യം പിന്നെ സീനിയർ റിസർച്ച് ലാൻഡിംഗ് 35 ആയിരുന്നു, പക്ഷെ ഇപ്പൊ അത് 42 ബേസിക് ആയി, പിന്നെ അത് ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ നോട്ടീസ് ആയിട്ട് വന്നത്. ഇനിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് ആ എക്സാം എന്നുള്ളതിനെ കുറിച്ച് കേൾക്കാൻ. ഇനിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുക, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ചെയ്യേണ്ടത്. ആ ബേസിക് നമുക്ക് 55% മാർക്കോട് കൂടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു എക്സാം നമ്മൾ PG ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ എന്തായാലും നമ്മളെ കൂടെ ഉള്ള ആളുകളൊക്കെ എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും PGക്ക്, പക്ഷെ അവര് നെറ്റ് ആദ്യം പോയിട്ട് അപ്ലൈ അവർ ചെയ്യുന്ന സമയത്ത് അവർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവില്ല മേ ബി. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യിൽ കണ്ടന്റ് ഉണ്ട്. PGക്ക് നമ്മൾ പഠിച്ചത് തന്നെയാണ് നെറ്റിൽ നമുക്ക് വരുന്നത്. സിലബസിൽ മാറ്റം ഉണ്ടെങ്കിലും PGക്ക് പഠിച്ചതെല്ലാം നെറ്റിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കണ്ടന്റ് നമ്മളെ കയ്യിൽ ഉണ്ടായിട്ടും നമുക്കറിയാം നെറ്റ്. ഇപ്പൊ നിങ്ങളോട് OS എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുത്ത് ചോദിച്ചാൽ അത് എന്താന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയുന്നുണ്ടാവും, പക്ഷെ അതേ ഇൻഫോർമേഷന് നെറ്റിലെ മാർക്കാക്കി മാറ്റാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? അതാണ് നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത്. നിങ്ങൾ നെറ്റിന് എക്സാമിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ PGക്ക് പഠിച്ച ആ ഒരു വേ അല്ല, അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ച ആ രീതിയിലല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നെറ്റിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളും പോയിട്ട് അപ്ലൈ ചെയ്യുക, എല്ലാവരും എക്സാമിന് പോകുമ്പോൾ നമ്മളും പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റുക. നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ നെറ്റിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എനിക്കത് കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറയാം. ഓക്കെ, അതാണ് നമ്മുടെ മനസ്സിലെ ഫസ്റ്റ് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് എന്താ വേണ്ടത്, നിങ്ങളെ മൈൻഡിനെ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണോ അതിൽ ഉറപ്പിച്ച് നിർത്തുക. ഞാൻ ഇപ്രാവശ്യത്തെ നെറ്റിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ ക്വാളിഫൈ ചെയ്തിരിക്കും അല്ലെ. നമ്മൾ എന്താണ്, ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം,
നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പൊ നമ്മുടെ ചുറ്റുപാട് അല്ലെ, നമ്മൾ എന്താണോ നമ്മൾ മനസ്സിലൊരു എയിം വെക്കുന്നത്, അപ്പൊ നമ്മുടെ ചുറ്റുപാടുകളും അതിലേക്ക് തന്നെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന പറയുന്നത്. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയില്ലേ. സോ നമ്മളെ പാതി എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ കൊടുക്കുക, അത് അവിടെ ഉറപ്പിച്ച് വെക്കുക. ഞാൻ ഇപ്രാവശ്യം നെറ്റ് ക്വാളിഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ അത് നമ്മളാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെയാണ് ബാക്കിയുള്ളത് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണം എന്ത്, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വേണം. നെറ്റിന് നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത്, ആ ഒരു സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് ബേസ് ചെയ്തിട്ടാണ് പഠിച്ചാൽ ഷുവർ ആണ് നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കും. ദെൻ ഇനി നമുക്ക് എന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നെറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് വേണം, ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങണമെങ്കിൽ നിങ്ങൾ അവിടേക്ക് ക്യാഷ് കൊടുത്താലാണ് നിങ്ങൾക്ക് അത് കിട്ടുന്നത്. അതുപോലെ തന്നെ നെറ്റ് എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. എന്താണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, മറ്റൊന്നുമല്ല, നമ്മുടെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് നമ്മുടെ ടൈം എന്നുള്ളതാണ്. നമ്മുടെ ടൈം നമ്മൾ അതിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക, രണ്ടാമത് ചെയ്യേണ്ടത് നിങ്ങളുടെ ടൈമിന് നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾ റെഡി ആണോ എന്നാൽ നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കും. ഓക്കെ, ദെൻ ഹൗ, എങ്ങനെയായിരിക്കും അത്? അപ്പോൾ നമ്മൾ എങ്ങനെ ഇനി പ്രിപ്പയർ ചെയ്യാന്നാണ് പറയുന്നത്. ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത് നോ ദ എക്സാം. ആ എക്സാം എന്താണ്, എങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നോ ദ സിലബസ്. നെറ്റിന്റെ സിലബസ് എന്താണ്, നിങ്ങൾ PG പഠിച്ച സിലബസ് അല്ല. നെറ്റിൽ നിങ്ങൾ NTA എന്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ സബ്ജക്റ്റിന്റെ കോഡാണ് 87 UGC നെറ്റ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നാണ് നമ്മുടെ പേപ്പറിന്റെ പേര്. ഇതിന്റെ സിലബസ് ഉണ്ട്. സോ ആ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ PGന്റെ ബുക്ക് എടുത്തിട്ടാണ് ബൈ ഹാർട്ട് ചെയ്തിട്ട് പോയിട്ട് നെറ്റ് എഴുതല്ല. അങ്ങനെ നിങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് എന്താണ് 2 മാർക്കിന് അല്ലെങ്കിൽ നിങ്ങൾ 4 മാർക്കിനൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ 1% നിങ്ങൾ കട്ട് ഓഫ് കിടക്കാൻ ബുദ്ധിമുട്ടും. ഓൾമോസ്റ്റ് നമ്മുടെ കൂടെ ഇപ്പൊ നമ്മൾ എന്താണ് ഓഫ്ലൈൻ ആയിട്ടും ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒരുപാട് പേര് ഈ ഫീൽഡിലുള്ളവരെ ഫേസ് ചെയ്യുന്നവരാണ്. എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അവരൊക്കെ പറയാൻ എന്താണ്, ഓ മിസ് ഞങ്ങൾ 2 മാർക്കിനാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പോയത്, അല്ലെങ്കിൽ 1% പോയത്. അങ്ങനെ തന്നെ പോവുള്ളൂ. കാരണം എന്താ, നിങ്ങൾക്കൊക്കെ നോളേജ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ചില ആളുകളൊക്കെ ഹയർ സെക്കൻഡറിയിലാണെങ്കിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ നെറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ടവരുണ്ടാവും. അവര് കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും. 1, 2 അല്ലെങ്കിൽ 3, 4 പേപ്പേഴ്സ് അവർ പഠിപ്പിക്കുന്നുണ്ടാവും. എന്നിട്ടും അവർക്ക് എന്താ നെറ്റ് കിട്ടാത്തത് എന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ്, അവരുടെ ആ ഒരു പ്രിപ്പറേഷൻ ശരിയല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ആ ശരിയല്ലാത്തത് എവിടെയാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാണ് നമ്മൾ ഈ ഒരു വെബിനാറിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു 2 മാർക്സ് നിങ്ങൾക്ക് എവിടെയാണ് പോയത്, നിങ്ങൾ ഈ ഒരു 3 കാര്യം ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടാണ്. ദെൻ അപ്പോൾ നെറ്റിന്റെ സിലബസ് വേറെ തന്നെയാണ്. അപ്പൊ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ദെൻ നോ ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ മൂന്നാമതായിട്ട് നമുക്ക് അറിയേണ്ടതാണ് നമ്മൾ എക്സാം എന്താണെന്ന് അറിഞ്ഞു, സിലബസ് എന്താണെന്ന് അറിഞ്ഞു, നമ്മൾ പഠിച്ചും ചെയ്തു. അത്ര ആയാലും നിങ്ങൾ പാസ്സാവില്ല. ഇതുവരെ എത്തിയാലും എന്തല്ല, നമ്മൾ അവിടെ എത്തിയിട്ടില്ല. പാസ്സാവുന്നവരുണ്ടാവും കേട്ടോ. ഏതെങ്കിലും 1, 2 പേര് അങ്ങനത്തെ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ എവിടെന്നെങ്കിലും ഏതെങ്കിലും 1, 2 പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു മിസ്സേ, പക്ഷെ വെറുതെ പോയിട്ട് എക്സാം എഴുതിയപ്പോൾ കിട്ടിയെന്ന് പറയണത്. അത് എന്താണ് 100 അല്ലെങ്കിൽ 200 500 ഒരാളൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതുപോലെ നമ്മുടെ എയിം എന്താണ്, നമ്മൾ മനസ്സിന് കൊടുത്തു കഴിഞ്ഞു, നമ്മൾ അവിടെ ഉറപ്പിച്ചില്ലേ ഇപ്രാവശ്യം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയിരിക്കും. അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ആ 500 ഒരാളായാൽ പോരാ. നമുക്ക് മേ ബി കിട്ടും, അല്ലെങ്കിൽ കിട്ടി പോയാൽ പോയി. അതല്ല, നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 കാര്യം നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പൊ എക്സാം എന്താണെന്ന് അറിയണം, സിലബസ് എന്താണെന്ന് അറിയണം, മൂന്നാമതായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയണം. അതെങ്ങനെ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാതെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാം? അപ്പോ അതിന് നമുക്ക് മാർഗണ്ടേ, എന്താണ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അറിയാൻ നമ്മുടെ മുന്നിൽ വഴികളുണ്ട്. അതൊക്കെ നമുക്ക് തുടർന്നുള്ള സ്ലൈഡിൽ കാണാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ് എക്സാം എന്നുള്ളത് ഒന്ന് കുറച്ചുകൂടെ ഇൻഡെപ്തിലേക്ക് നോക്കാം. ഓക്കെ, അപ്പൊ 2004 തൊട്ട് 11 വരെ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത് UGC ആയിരുന്നു. അന്നൊക്കെ 3 പേപ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ 12 തൊട്ട് 17 വരെ അത് CBSE ആണ് ചെയ്തത്. 18ലും അത് എന്താണ് CBSE ആണ് കണ്ടക്ട് ചെയ്തത്. ദെൻ 2018 തൊട്ടിട്ട് ഇപ്പോ വരെ
ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് NT ആണ്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും ഇപ്പോൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് NT ആണ്. ഇവർ എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ നീറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, നമ്മളെ എൻട്രൻസ് എക്സാം ആണ്. അതൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ NTA തന്നെയാണ്. നീറ്റിന്റെ എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് NTA ആണ്. അപ്പൊ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസും പിന്നെ അതിന്റെ ഓരോ എക്സാം ഹാളിൽ വരുന്ന കുറെ എന്തെന്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സാം ഹാളിൽ നമുക്ക് കുറെ റൂൾസ് ഒക്കെ ഉണ്ട്. ആ റൂൾസ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് എക്സാം നമ്മൾ എന്താണ് ഓർണമെന്റ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ ആണെങ്കിൽ ട്രാൻസ്പെറന്റ് ആവണം. നമ്മൾ യൂസ് ചെയ്യുന്ന പേന ഉണ്ടെങ്കിൽ അതും ട്രാൻസ്പെറന്റ് ഉള്ള പേന ആയിരിക്കണം. അങ്ങനെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരിക്കും നമ്മൾ നെറ്റിന്റെ എക്സാം എന്ന് പറയുന്നത്. ദെൻ നമ്മൾ എക്സാം ഹാളിൽ അരമണിക്കൂർ മുന്നേ എത്തണം. എക്സാം സ്റ്റാർട്ട് ചെയ്യണതിന്റെ അരമണിക്കൂർ മുന്നേ നമുക്ക് ഗേറ്റ് ക്ലോസിംഗ് ടൈം ഉണ്ടാവും. ഇതൊന്നും നമ്മൾ PG എക്സാമിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ എക്സാമിൽ. ദെൻ ഇനി ഈ ഒരു എക്സാം NTA കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയത് തൊട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന്റെ പാറ്റേണിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത്രയും വരെയുള്ള എക്സാം ആണെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്വസ്റ്റ്യൻ എവിടുന്നാ വരുന്നത്? അപ്പൊ നമ്മൾ മൂന്നാമത് പറഞ്ഞതായിരുന്നു നോ ദ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ ഈ നിങ്ങൾ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എന്താന്നുള്ള ഐഡിയ കിട്ടും. 10 പേപ്പർ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. പക്ഷെ NTA ആണ് ഈ പിന്നെയുള്ള എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് 10 പേപ്പറിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ഇയറിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പാറ്റേൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിന്റെ ഏരിയാസ് ആവട്ടെ, അതൊക്കെ മാറി മാറി വരുന്നുണ്ട്. NTA ആവുമ്പോൾ ഓരോന്ന് ഫോക്കസ് ഇങ്ങനെ മാറി മാറി വരികയാണ്. അത് പക്ഷെ നമുക്ക് നമ്മൾ എപ്പോഴും ഫുൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമ്മൾ അതിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രെൻഡ് മനസ്സിലാവും, എങ്ങോട്ടാണ് ഈ ട്രെൻഡ് പോകുന്നത് എന്നുള്ളത്. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. സോ മേജർ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത് 2020 തൊട്ടിട്ടാണ്. അത് നമുക്കറിയാം 2020 തൊട്ടിട്ടാണ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാൻ തുടങ്ങിയത്. ഓക്കെ, അതുവരെ നമുക്ക് വെറും MCQ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. MCQ ആകുമ്പോൾ എന്താണ്, ജസ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിലൊറ്റ കൺസെപ്റ്റ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള മെമ്മറി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. സോ അവിടെ നമുക്ക് എന്താണ്, അത് ഒറ്റ കൺസെപ്റ്റ് മാത്രമേ അവിടെ ചോദിക്കുന്നുള്ളൂ. അപ്പൊ MCQലാണെങ്കിൽ നമുക്ക് ഒറ്റ കൺസെപ്റ്റും അതിൽ 4 ഓപ്ഷനും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ആവുമ്പോൾ ഒരു ക്വസ്റ്റ്യന് രണ്ടിലാണെങ്കിൽ ക്വസ്റ്റ്യന് 2 മാർക്ക് തന്നെയാണ് വരുന്നത്. MCQ ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ക്വസ്റ്റ്യന്റെ മാർക്ക് തന്നെയാണ് 2 തന്നെയാണ്. പക്ഷെ ഈ ഒരൊറ്റ ക്വസ്റ്റ്യന്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇപ്പൊ 4 സ്റ്റേറ്റ്മെന്റുകൾ, ചിലപ്പോ എന്താണ് 5 6 സ്റ്റേറ്റ്മെന്റുകൾ ഒരു ക്വസ്റ്റ്യന്റെ അകത്ത് വരും. ഈ 5 സ്റ്റേറ്റ്മെന്റും ഡിഫറെന്റ് കൺസെപ്റ്റ് ആവാം. ചിലപ്പോ ഇപ്പൊ കാണുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 4ഉം ഒരു പേപ്പറിൽ തന്നെ ആവണമെന്നില്ല. നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് എന്താണ്, മേ ബി 2 പേപ്പറിൽ നിന്നൊക്കെ ആവാം. OSഉം COAയും ഒന്നിച്ച് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ വരും. ഒറ്റ ക്വസ്റ്റ്യനാ, 2 മാർക്കേ ഉള്ളൂ. അവിടെ 2 പേപ്പറിൽ നിന്നുള്ള എന്താണ് ഒന്നിൽ കൂടുതൽ കൺസെപ്റ്റുകളാണ് ചോദിക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് 4 ഓപ്ഷൻ തരും. എന്താണ്, സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2ഉം 3ഉം ഫോൾസ് ആണെന്നൊക്കെ പറഞ്ഞു. സോ ഇങ്ങനെ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നത് 2020 ശേഷമാണ്. അപ്പൊ ഇപ്പൊ ഈ 20 ശേഷം നിങ്ങൾ എക്സാം ക്വാളിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിട്ട് തന്നെ ഇരുന്നാലേ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്താണ് പ്രിപ്പയർ ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും തയ്യാറാണെങ്കിൽ, നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ വെറുതെ പോയാൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഇനി അപ്പൊ നമ്മൾ എക്സാം എന്താണെന്നുള്ള ബേസിക് ആയിട്ട് അറിഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് നോ ദ എക്സാം എന്നുള്ളതാണ്. നമ്മൾ എന്തായിരുന്നു എക്സാം എങ്ങനെയാണെന്ന് അറിഞ്ഞു. ഓക്കെ, ഇനി ബേസിക് ആയിട്ട് എക്സാം എന്താണെന്നും കൂടെ നോക്കാം. അപ്പൊ 2 പേപ്പറാണുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞു. പേപ്പർ 1ഉം പേപ്പർ 2ഉം അതിന്റെ മാർക്സ് പറഞ്ഞു. ദെൻ ഇനി കട്ട് ഓഫ് വരുന്നത്, ഇപ്പൊ ഈ എക്സാമിന്റെ കട്ട് ഓഫ് വരിക 50 to 50%, 55%. ഇതുവരെ 55%ന്റെ മുകളിൽ എന്ത് വന്നിട്ടില്ല, കട്ട് ഓഫ് വന്നിട്ടില്ല. അതായത് 300 മാർക്സിന്റെ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്താൽ ഇതിൽ 150 കിട്ടിക്കഴിഞ്ഞാൽ, 150 അല്ല 160 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഡെഫിനറ്റ്ലി നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ആവും. ഇതുവരെ വന്നതിലൊന്നും 160ന്റെ
എബവ് അല്ലെങ്കിൽ 50% എബവിലേക്ക് പോയിട്ടില്ല. ഏതോ അതിൽ 162 എങ്ങാണ്ട് വന്നിട്ടുണ്ട് ജനറൽ കാറ്റഗറിയിൽ. ബട്ട് എന്താണ് ഓൾമോസ്റ്റ് വന്നതൊക്കെ എന്തായിരുന്നു 160ന്റെ താഴെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ പക്ഷെ നമ്മളെല്ലാവരും എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ഓൾമോസ്റ്റ് ആളുകൾ പി ജിയിൽ 70 to 80% അല്ലെങ്കിൽ എബോവ് 80%-ലൊക്കെ മാർക്ക് വാങ്ങിയിട്ട് പി ജി ക്വാളിഫൈ ചെയ്തിട്ടുള്ളവരായിരിക്കും. അവർക്ക് എന്തുകൊണ്ടാണ് ഒരു എക്സാമിന് 50% വരെ എത്താൻ പറ്റാത്തത്, അല്ലെങ്കിൽ 55% വരെ എത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇതെന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്ക് കണ്ടന്റ് അറിയാത്തത് കൊണ്ടല്ല. കണ്ടന്റ്, അതായത് നമുക്ക് നെറ്റിന്റെ സിലബസിൽ വരുന്ന ഏരിയാസ് നമുക്കറിയാം, കമ്പ്യൂട്ടർ സയൻസിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ ആ അറിവിനെ നെറ്റിന്റെ ആൻസർ ആക്കിയിട്ട് മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരാത്തത്, കട്ട് ഓഫ് കടക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കണ്ടന്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, ഞാൻ പഠിച്ച കാര്യത്തിനെ എങ്ങനെ എനിക്ക് നെറ്റിൽ എക്സാമിൽ 2 മാർക്കാക്കിയിട്ട് മാറ്റാം. ഇപ്പൊ നിങ്ങൾ എന്താണ് OS-ന്ന് ഡെഡ് ലോക്ക് എന്നുള്ള ഒരു ഏരിയ പഠിച്ചു. ഓക്കെ, അപ്പൊ ഡെഡ് ലോക്ക് എന്താന്ന് ചോദിച്ചാല് 4 വെയിറ്റേജിന് നിങ്ങൾക്ക് എസ് എഴുതാൻ കഴിയുന്നുണ്ടാവും നിങ്ങൾ പി ജി പഠിച്ചിട്ടുണ്ടെങ്കിൽ. ബട്ട് ആ ഒരു ഡെഡ് ലോക്ക് എന്ന് വരുന്ന 2 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാൻ, ഇപ്പൊ നിങ്ങൾ ഒരു ഏരിയ എടുത്തിട്ട് ഞാൻ ഇത് പഠിച്ചു എന്ന് പറയണമെങ്കിൽ നിങ്ങൾ പി ജിക്ക് പഠിച്ചു എന്ന് പറയലല്ല, നിങ്ങൾ നെറ്റിന് പഠിച്ചു എന്ന് പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും എടുക്കണം. അതിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ അറിയണം. അങ്ങനെയാണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് പറയാൻ പറ്റുള്ളൂ, ഞാൻ ഈ ഒരു ഏരിയ കവർ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാമിന് ഫോക്കസ് ചെയ്യേണ്ടത്. ദെൻ ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്താണ്, അതിങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് പേപ്പറിലൊക്കെ പഠിക്കുന്നതാണ് ഇവാലുവേഷൻസിലെ ഡിഫറെന്റ് രീതിയിലുള്ള. അപ്പോൾ ഇതെന്താണ്, ശരിക്കും നോൺ ബേസ്ഡ് ഇവാലുവേഷൻ ആണ്. അതായത് നമ്മുടെ കൂടെ എക്സാം അറ്റൻഡ് ചെയ്തവരിൽ എത്ര പേര് പാസ്സായിട്ടുണ്ട്. അപ്പൊ ഒരു ബേസിക് ആയിട്ട് ഒരു പാസ് മാർക്ക് ഉണ്ടാവും, പക്ഷെ ആ പാസ് മാർക്ക് ഇപ്പൊ അവർ ഔട്ട് ചെയ്യലില്ല. ഓക്കെ, അപ്പോ ആ ഒരു പാസ് മാർക്ക് കടന്ന് എത്ര പേരുണ്ട്, അവര് നമ്മുടെ കൂടെ എക്സാം എഴുതിയവരെ കൂടെ കമ്പയർ ചെയ്തിട്ടാണ് കട്ട് ഓഫ് വരിക. എക്സാം എഴുതിയ കുട്ടികൾക്ക് അനുസരിച്ചായിരിക്കും കട്ട് ഓഫ് മാർക്ക് വരിക. അതിൽ 60% മാത്രമാണ് നെറ്റ് ക്വാളിഫൈ ചെയ്യുക, 1% മാത്രമാണ് JRF ക്വാളിഫൈ ചെയ്യുക. അപ്പൊ നമ്മുടെ കൂടെ എഴുതിയ എല്ലാവർക്കും ലോ മാർക്സ് ആണെങ്കിൽ കട്ട് ഓഫ് കുറയും. ഇപ്പൊ 2023 ജൂണിൽ വന്ന എക്സാമിന് കട്ട് ഓഫ് കുറവായിരുന്നു. ഓക്കെ, അപ്പൊ എക്സാം എന്ന് പറയുന്നത് കുറച്ച് ടഫ് എക്സാം ആയിരുന്നു. ടഫ് ഒന്നല്ല, എന്താ വെച്ചാൽ കൺസെപ്റ്റുകൾ കുറച്ച് വളഞ്ഞിട്ടൊക്കെ ചോദിച്ചതായിരുന്നു. നമ്മൾ ആ ഒരു 3 hours ഇടയിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന് എന്താണ് മനസ്സിലാക്കിയെടുക്കാൻ സമയം വേണമായിരുന്നു. അതായിരുന്നു, അല്ലാതെ ക്വസ്റ്റ്യൻ ചോദിച്ച കൺസെപ്റ്റ് ഒക്കെ എന്തായിരുന്നു, അത്ര ടഫ് ഒന്നല്ലായിരുന്നു. നമ്മൾ 2024 ജൂണിലെ ക്വസ്റ്റ്യനും വർക്ക്ഔട്ട് ചെയ്തിട്ട് ആൻസർ വർക്ക് വിത്ത് എക്സ്പ്ലനേഷൻ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാമിന് കട്ട് ഓഫ് കുറവായിരുന്നു. അപ്പൊ എല്ലാവർക്കും എക്സാം ടഫ് ആണെന്ന് ഫീൽ ചെയ്താൽ കട്ട് ഓഫ് കുറയും, എല്ലാവർക്കും എക്സാം ഈസി ആണെന്ന് ഫീൽ ചെയ്താൽ കട്ട് ഓഫ് കൂടുകയും ചെയ്യും. അപ്പൊ ഇപ്പോൾ ജൂണിലല്ല, ഡിസംബറിൽ വന്ന എക്സാമിന് എല്ലാവർക്കും കമ്പാരിറ്റീവ്ലി എന്താണ് ഈ എക്സാം എളുപ്പമുള്ള എക്സാം ആയിരുന്നു. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആസിഡ് പ്രോപ്പർട്ടി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് അതൊക്കെ MCQ മാത്രം. വേറെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു കുറെ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറെ പേർക്ക് അത് ഒരു ഈസി എക്സാം ആയിരുന്നു. പക്ഷെ അതിൽ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഹൈ ലെവൽ ക്വസ്റ്റ്യനും ലോ ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, മീഡിയം ലെവൽ ക്വസ്റ്റ്യന്റെ എണ്ണായിരുന്നു കുറവ്. അപ്പൊ JRF-ന് കുറച്ച് ടഫ് ആയിരിക്കും, പക്ഷെ നെറ്റിന് ഓൾമോസ്റ്റ് എന്താണ് ഒരു ഈസി എക്സാം തന്നെയായിരുന്നു ഇപ്പൊ തൊട്ട് മുന്നേ കഴിഞ്ഞു. സോ ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കട്ട് ഓഫ് ഈ അടുത്തുള്ള എക്സാമുകളിലൊക്കെ വന്നതെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ജനറൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ടോ, എങ്ങനെയായാലും 52%, 54%, 54, 54, 54, 52, 54 അഗെയിൻ 51. ഇത് 55ന്റെ എബോക്ക് ഇതുവരെ പോയിട്ടില്ല, ജനറലിൽ പോലും പോയിട്ടില്ല. അപ്പൊ ജനറലിൽ പോകണേ 162,
അല്ല 162 ആണ് മാക്സിമം നമ്മൾക്ക് മാർക്ക് കിട്ടുന്നത്. 300 എക്സാമിൽ നിങ്ങൾ മേ ബി നിങ്ങളിൽ എന്തുണ്ടാവും, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് PGയിൽ വാങ്ങി വന്ന കുട്ടികളുണ്ടാവും. അവർക്ക് പോലും, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ OS എന്നുള്ള പേപ്പറിൽ നിങ്ങളുടെ PGന്റെ മാർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എബോവ് 80%, എബോവ് 90% ഉണ്ടാവും. പക്ഷെ അതേ കൺസെപ്റ്റ്, ഇതേ സിലബസ്, ഓൾമോസ്റ്റ് ഇതേ സിലബസ് തന്നെയാണ് നെറ്റിന് വരുന്നത്. ആ OS 10 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 5 പോലും മേ ബി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം എന്താണ്, നമ്മളെ പ്രിപ്പറേഷനിലുള്ള മാറ്റമാണ്, അല്ലാതെ നമുക്ക് കൺസെപ്റ്റ് അറിയാഞ്ഞിട്ടല്ല. ഓക്കെ, അപ്പോ എന്താണ് അപ്പൊ നമ്മള് ഇത്രയും മാക്സിമം കട്ട് ഓഫ് വരുന്നത്. ഇനി നിങ്ങൾ ഏതെങ്കിലും റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അതിലും എന്ത് ചെയ്യും, കട്ട് ഓഫ് കുറയും. ഇത് നമ്മൾ JRFലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം വരുന്നത് 180, 186 ഒക്കെയാണ് നമുക്ക് മാർക്ക് വരുന്നത്. അതായത് 58%, 60%, 62, 63, then 60%. ഓക്കെ, ഇത്രയാണ് ജനറൽ കാറ്റഗറിയിൽ നമുക്ക് OBC ജനറൽ കാറ്റഗറിയിൽ JRFനുള്ള കട്ട് ഓഫ് വരുന്നത്. അപ്പൊ ഈ കട്ട് ഓഫിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കട്ട് ഓഫ് കടക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് നെറ്റിനെ കുറിച്ചുള്ള, എക്സാമിനെ കുറിച്ച് അറിയാന്നുള്ള ഭാഗത്ത് വേണ്ടത്. ഇതാണ് എക്സാം എന്നുള്ളതാണ്. അതായത് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, ഇത്രയെങ്കിലും മാർക്കിന് നമ്മൾ ഫോക്കസ് ചെയ്യണം. അതാണ് നമുക്ക് എക്സാമിനെ കുറിച്ച് ഉണ്ടായിരിക്കേണ്ട നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പേപ്പർ 1, പേപ്പർ 2 ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക്. ഇനി സബ്ജക്ട് വൈസ് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നോ ദ സിലബസ് എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ സിലബസിൽ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 2 പേപ്പേഴ്സ് ആണുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ ഓരോ പേപ്പറിലും 10 യൂണിറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ ജനറൽ പേപ്പറിൽ നമുക്ക് 10 യൂണിറ്റുകളാണുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് പറയാം. ഓക്കെ, ദെൻ നമ്മൾ സബ്ജക്റ്റിൽ വരുന്നത് നമുക്ക് 10 യൂണിറ്റ് തന്നെയാണ് പറയുന്നത്. പക്ഷെ ആ ഓരോ യൂണിറ്റിന്റെ അകത്തും എന്തുണ്ടാവാം, സബ് കാറ്റഗറീസ് ഉണ്ടാവാം. ഇപ്പൊ നിങ്ങൾ ഡിസ്ക്രീറ്റ് മാത്സ് എന്നുള്ള ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് എബോവ് എന്ത് വരുന്നുണ്ട്, എബോവ് 5 ഏരിയാസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ദെൻ പിന്നെ നിങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ C ആണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ളടത്ത് എടുക്കുകയാണെങ്കിൽ അവിടെ C വരുന്നുണ്ട്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ അകത്ത് തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഗ്രാഫിക്സും കൂടെ വരുന്നുണ്ട്, ഒറ്റ യൂണിറ്റിന്റെ അകത്താണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 20 സബ്ജക്റ്റുകൾ നമ്മളെ 20 പേപ്പേഴ്സ് നമ്മുടെ പേപ്പർ 2ന്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ടോട്ടൽ ഓൾമോസ്റ്റ് 30 അല്ലെ 30ന്റെ അടുത്ത് സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ പേപ്പേഴ്സ് നമ്മൾ പഠിച്ചെടുക്കണം. അത് പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു 30 പേപ്പറിന്റെ ഉള്ളിൽ വന്ന കാര്യം 3 മണിക്കൂറിൽ നമ്മൾ പഠിച്ച കാര്യത്തിന് ആ ഒരു 3 മണിക്കൂറിൽ കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ആക്കിയിട്ട് മാറ്റണം. പഠിക്കുക എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്, നമ്മൾ എങ്ങനെയാണ് ആ ഒരു പഠിച്ച കാര്യത്തിന് ആൻസറിലേക്ക് എത്തിക്കുന്നു, അവിടെയാണ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക, അവിടെയാണ് നമ്മൾ കട്ട് ഓഫിനെ കടക്കാൻ പറ്റുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു 30 പേപ്പർ പഠിക്കാം. നമ്മൾ PGക്ക് പഠിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഇപ്പൊ ഇതിൽ Cന്റെ ഒരു പേപ്പർ നമ്മൾ പഠിക്കും. അത് നമ്മളൊരു 1-2 ദിവസമോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആ എക്സാമിന്റെ കുറച്ച് മുന്നേ എടുത്തിട്ട് സിലബസ് ഇരുന്ന് നിങ്ങൾക്ക് ടീച്ചേഴ്സ് തന്ന നോട്ട് ഉണ്ടെങ്കിൽ ഇരുന്ന് അങ്ങോട്ട് ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കും. എന്നിട്ട് എക്സാം ഹാളിൽ പോയിട്ട് അത് അതുപോലെ അല്ലെ. കാരണം എന്താ, ഈ ഒരു ഒറ്റ പേപ്പർ നിങ്ങൾക്ക് 3 മണിക്കൂറിൽ നിങ്ങൾ പഠിച്ചത് ആലോചിച്ചുണ്ടാക്കി എഴുതിയാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ്, ഇപ്പൊ നിങ്ങൾ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ വേർഡ്സിലൊക്കെ എഴുതി വെച്ചാല് 10 മാർക്കിന്റെ ക്വസ്റ്റ്യനിലാണെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു 3 മാർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ കിട്ടും. പക്ഷെ നെറ്റിന് അങ്ങനെയല്ല. നെറ്റിൽ നിങ്ങൾക്ക് എക്സാക്ട് ആൻസർ കിട്ടിയെങ്കിൽ മാത്രമേ 2 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചലഞ്ച് എന്ന് പറയുന്നത് തന്നെ ഇതാണ്. 30 പേപ്പേഴ്സ് നമ്മൾ പഠിച്ചത് 3 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മൈൻഡിൽ അത് കടന്നിട്ട് അത്രയും കണ്ടന്റ് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ടാവും. അതില് ഈ 2 മാർക്കിന് വരുന്നത് എവിടെയാണ്, ഇപ്പൊ നമ്മൾ മെമ്മറി മാനേജ്മെന്റോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് അല്ലെ. സോ നമ്മുടെ മൈൻഡിന്റെ അകത്ത് ഇങ്ങനെ ഒരു മെമ്മറി ഉണ്ടാവും, നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ഒരു മെമ്മറി ഉണ്ടെങ്കിൽ ആ മെമ്മറിയിൽ നമ്മൾ ഓൾമോസ്റ്റ് 13 പേപ്പറിന്റെ കണ്ടന്റുകൾ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ 2 മാർക്കിന് വേണ്ടത് ഇത്രയും ഏരിയയിലുള്ള മെമ്മറി ആയിരിക്കും. അപ്പൊ നമ്മുടെ മൈൻഡ് ചെയ്യണം, ആ കറക്റ്റ് ടൈമിന്റെ ഉള്ളിൽ ഇവിടെ പോയിട്ടുള്ള മെമ്മറി എവിടെയാന്ന് കണ്ടെത്തിയിട്ട് ഇവിടുന്ന് ആക്സസ് ചെയ്ത് കൊണ്ടുവരണം അല്ലെ. അപ്പൊ അതിന്റെ ആക്സസ് ടൈം ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ. അത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മള് കമ്പ്യൂട്ടറിലെ മെമ്മറിയിൽ പഠിച്ചിട്ടുണ്ട്. ഇതേപോലെയുള്ള വർക്ക് നമ്മളെ മെമ്മറിയിൽ നടക്കുന്നുണ്ട്. ഇത് എത്രത്തോളം കാര്യക്ഷമമായിട്ട് നിങ്ങൾക്ക് ആ 3 hours ഉള്ളിൽ ചെയ്യാൻ പറ്റുന്നു, അതാണ് നിങ്ങളെ കട്ട് ഓഫിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ നമുക്ക്
ചെയ്യേണ്ട ചില സ്ട്രാറ്റജീസ് ഉണ്ട്, അതും നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് സിലബസ് അറിയുക, സിലബസ് പഠിക്കുക. ഓക്കെ, എക്സാം അറിഞ്ഞു, സിലബസ്, ഇനി നമ്മൾ സിലബസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതില് ജനറൽ പേപ്പറിൽ വരുന്നത് നമുക്ക് 10 യൂണിറ്റ് ആണ്. അതിന്റെ എന്താണ് ടഫ്, എത്രത്തോളം ടഫ് ആണെന്നുള്ളതിനനുസരിച്ചാണ് ഞാൻ ഇവിടെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ റെഡിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് അറിയാത്തതാണ്. അപ്പൊ നമുക്ക് അറിയുന്നതെന്ന് പോകാം, നമുക്ക് മുകളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷൻ, ഇത് ഓൾമോസ്റ്റ് നമ്മൾ എന്താ ഡിഗ്രിയും പി ജിയും ഒക്കെ ഇംഗ്ലീഷിൽ തന്നെ ആണ്. നമ്മുടെ ഇപ്പോൾ കേരളത്തില് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കോളേജിൽ എന്താണ് നമ്മൾ പഠിക്കുന്ന ഇതൊക്കെ ഇംഗ്ലീഷിൽ തന്നെ വരുന്നത്. സോ ആൾമോസ്റ്റ് എല്ലാവർക്കും എന്താണ് ഒരു ഇംഗ്ലീഷ് പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ അതെന്താന്ന് മനസ്സിലാക്കാൻ മാത്രമുള്ളതൊക്കെ നമ്മൾ പി ജി കഴിയുമ്പോഴേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ഏരിയയിലും എന്താണ് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് വായിക്കുന്ന പേപ്പർ, ഇംഗ്ലീഷ് പേപ്പർ, ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇംഗ്ലീഷ് പേപ്പറും കൂടെ നിങ്ങളൊന്ന് വായിക്കുക. അതിന് ആ പേപ്പർ നിങ്ങൾ കംപ്ലീറ്റ് വായിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ എന്താ ഒരു 10 ന്യൂസ് എങ്കിലും, ഒരു പേപ്പറിൽ നിന്നുള്ള ഒരു 10 ന്യൂസുകളെങ്കിലും നിങ്ങളൊന്ന് വായിച്ചിട്ട് പോകുക. എന്ന് വെറുതെ വായിച്ചാൽ മതി. നിങ്ങൾ അതിന്റെ കണ്ടന്റ് എഴുതിയെടുക്കുന്നൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ആ ന്യൂസ് എന്താന്നുള്ളത്. പക്ഷെ ഇപ്രാവശ്യമൊക്കെ കോംപ്രിഹെൻഷൻ ആയിട്ട് CS വന്നത് എന്താണ്, വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആയിരുന്നു വന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ലെക്കിനനുസരിച്ച് ചിലപ്പോൾ അത് സിമ്പിൾ വരും, ചില സമയത്ത് എന്ത് ചെയ്യും, ചില കടുകട്ടി വേർഡ്സ് ഒക്കെ വന്നിട്ട് വരാറുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു ശീലം നമ്മൾ കൊണ്ടുവരിക. അപ്പൊ നമുക്ക് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്ര എളുപ്പമാവും. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ഏരിയയിൽ ഓൾമോസ്റ്റ് നിങ്ങൾ അറിയുന്ന ആളുകളാണ്, കോൺഫിഡന്റ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ തെറ്റ് വരുത്താതിരിക്കാൻ ശ്രമിക്കുക. പ്ലസ് അതിന്റെ കൂടെ തന്നെ അതിന് നിങ്ങൾ മിനിമം ടൈം കൊടുക്കുക. നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന ഏരിയ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഷാർപ്പൻ ആക്കുക. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതൊക്കെ എനിക്ക് അറിയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നെറ്റിനായിട്ട് അത് നോക്കാതിരിക്കരുത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം നിങ്ങൾ ഷാർപ്പൻ ആക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടുത്തെ ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടുന്ന് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുക. സോ ആ 5 ക്വസ്റ്റ്യന് നിങ്ങൾ 5 മിനിറ്റ് മാത്രം, 1 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് 5 മിനിറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പൊ ബാക്കി വരുന്ന ടൈം 1.2 ആണ് ഓരോ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ ഇതിൽ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് 0.2 ടൈം നിങ്ങൾ ലാഭിച്ചു. ആ ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടഫായി തോന്നുന്ന ക്വസ്റ്റ്യനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ടൈം മാനേജ്മെന്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കോൺഫിഡന്റ് ഉള്ള ഏരിയ നിങ്ങൾ ഇത് എനിക്ക് അറിയാമെന്നുള്ള രീതിയിൽ വിട്ടു പോകാതെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒന്നും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അവിടെ ഷാർപ്പൻ ആക്കിയെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ദെൻ ഇനി വരുന്ന ഈ 5ഉം 7 എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും ആണ്. ഇത് നമുക്കറിയാം, CS എന്ന് പറഞ്ഞാൽ ബേസിക്കലി മാത്സ് വരുന്നവർ തന്നെയാണ് CS വരിക അല്ലെ. മാത്സ് നമുക്ക് അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ ബേസിക് +2 ലെവൽ മാത്സ് ഉണ്ടെങ്കിൽ തന്നെ ഈ 2 ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ റീസണിങ്ങിലൊക്കെ വരുമ്പോൾ നിങ്ങൾ അനദർ PSCയോ അല്ലെങ്കിൽ SSC ഒക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ എന്താണ് ആവറേജ്, അതുപോലെ തന്നെ പെർസെൻറ്റേജ്, പിന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ സ്പീഡ്, ട്രെയിനിന്റെ അതുപോലെയുള്ള സ്പീഡ്, ടൈം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ വരിക. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഒരു നിങ്ങൾക്ക് സീരീസുകൾ തന്നിട്ട് നമ്പർ സീരീസ് തരാം, അതല്ലെങ്കിൽ ലെറ്റർ സീരീസുകളൊക്കെ തന്നിട്ട് നെക്സ്റ്റ് ആയിട്ടുള്ള എലമെന്റ് ഏതാന്ന് കണ്ടെത്താന്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാറ്റേണുകൾ തന്നിട്ട് അതിനെ മാച്ച് ചെയ്യാന്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരിക. പിന്നെ യൂണിറ്റ് 8 എന്ന് പറയുന്നത് നമുക്ക് അത്ര ടഫ് ഉള്ളതൊന്നുമല്ല, കാരണം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. ഇത് നമ്മൾ പഠിക്കുന്ന പേപ്പറിൽ വരുന്ന IT ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ നിങ്ങൾ ഇത് നോക്കാതെ പോകരുത്, ഈ ഭാഗവും നിങ്ങൾക്ക് നോക്കേണ്ടി വരും. കാരണം നമ്മൾ പഠിക്കുന്ന അതേ കാര്യങ്ങളല്ല, പ്ലസ് അതിന്റെ കൂടെ ചില കാര്യങ്ങളും കൂടെ ഇതിൽ വരുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ സിലബസ് നോക്കിയിട്ട് അതിൽ വരുന്ന ചില ടെർമിനോളജീസും ഒക്കെ ഉണ്ട്. അപ്പൊ അതും കൂടെ നിങ്ങൾ ഷോർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ടേംസുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് എന്താണ്, നമ്മൾ ഫുൾ ഫോമുകൾ, ഫുൾ എന്താന്നുള്ള ഫുൾ ഫോംസ് എന്താന്നുള്ളത്, അങ്ങനെ വരുന്ന ചില ഏരിയാസ്, അങ്ങനെ വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ഒന്ന് നോക്കുക, നമുക്ക് അറിയുന്ന ഏരിയ ആണ്, പക്ഷെ ഒന്ന് വായിച്ചിട്ടിട്ട് പോകാം. പിന്നെ ഈ ബാക്കി 6 യൂണിറ്റിനും നമ്മൾ എന്താ ഡെഫിനറ്റ്ലി നമ്മളിത് പഠിക്കുക തന്നെ വേണം. ഇത്രയും കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ മതി.
ഓക്കെ. പക്ഷെ ബാക്കി വരുന്ന 6 യൂണിറ്റ് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. കാരണം ഈ 3 യൂണിറ്റുകൾ, ഈ ബ്ലൂ കളറിലുള്ള 3 യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കിന് എവിടെ പഠിക്കുന്ന ബി.എഡിന് പഠിക്കുന്ന ഏരിയ ആണ്. പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബി.എഡ് നിർബന്ധമില്ലാത്തതായതുകൊണ്ട് അധികം ആളുകളും ബി.എഡ് ചെയ്യാത്തവരായിരിക്കും. സോ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾക്ക് ഇതിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട് തന്നെ വേണം. നിങ്ങൾ ക്ലാസ്സുകൾ ഉണ്ടാവണം, അതൊക്കെ വേണം. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത നോട്ട് വേണം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, ഈ 3 പേപ്പറും ബി.എഡിൽ നിന്ന് വരുന്ന പേപ്പേഴ്സ് ആണ്. സോ നമ്മൾ ഇത് നമുക്കറിയാത്ത ഏരിയ ആണ്. അപ്പൊ നമ്മൾ ഇരുന്ന് പഠിക്കുക തന്നെ വേണം. അപ്പൊ ഫസ്റ്റ് ഒക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് നമുക്ക് നമ്മളൊരു ക്ലാസ് റൂമിലൊക്കെ നിങ്ങളെ ക്ലാസ് ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറക്കി കുത്തുകയല്ല, നമുക്ക് ആ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിലായിരുന്നു എന്താണ് കുറെ മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ടീച്ചിങ്ങിൽ മാത്രം യൂസ് ചെയ്യുന്ന ചില ടേംസുകളൊക്കെ ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലും അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിൽ മാത്രം വരുന്ന ചില ടേമുകളുണ്ട്. ഓക്കെ. ഇപ്പൊ ഗ്രൂപ്പ് ടീച്ചിങ് ആണെങ്കിൽ അതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട്. സോ ആ ഒരു ഭാഗം നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുക തന്നെ വേണം. ദെൻ പിന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ഇതുപോലെ തന്നെ നമ്മൾ PGക്ക് റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞൊരു പേപ്പർ നമുക്ക് എന്താണ് വരുന്നുണ്ട്. അത് എല്ലാവർക്കും അല്ല, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പേപ്പറാണെന്ന് തോന്നുന്നത്. അതിൽ വരുന്നുണ്ട് റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ പേപ്പർ എടുത്തവർക്കാണെങ്കിൽ ഇതിൽ നിന്നുള്ള കുറെ ഭാഗങ്ങൾ കിട്ടും. അതായത് ടൈപ്സ് ഓഫ് റിസർച്ച്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് മെത്തഡോളജി പഠിച്ചവർക്ക് കിട്ടും. പക്ഷെ പിന്നെ ഇതിൽ വരുന്നത് എന്താണ്, പിന്നെ വരുന്നത് ഇവിടെ റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റയെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ഡാറ്റേന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തൊക്കെയാണ്, ഏതൊക്കെ ഡിസ്ട്രിബ്യൂഷൻസ് ആണുള്ളത്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്, പാരാമീറ്ററൈസ്ഡ്, നോൺ പാരാമീറ്ററൈസ്ഡ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കുറെ സ്റ്റാറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ ഭാഗത്ത് വരും. സോ അത് നമ്മൾ പഠിക്കേണ്ട വേണം. അപ്പൊ റിസർച്ചും എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ 2 ഭാഗങ്ങളായിട്ട് വരുന്നുണ്ട്. അത് രണ്ടെണ്ണം ഇപ്പൊ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എസ്പെഷ്യലി അതായത് ഇപ്പോ നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റിസർച്ചിലേക്ക് പോകാൻ അല്ലെ, JRF കൂടി കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ്, JRF കിട്ടിയാൽ നമ്മൾ റിസർച്ചിലേക്കാണ് പോകേണ്ടത്. സോ റിസർച്ച് ചെയ്യുന്ന ആളുകൾ മസ്റ്റ്ലി അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡാറ്റ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഡാറ്റനെ ബേസ് ചെയ്തിട്ടായിരിക്കും റിസർച്ച് വരിക. സോ റിസർച്ചിൽ അപ്പോൾ നമുക്ക് സ്റ്റാറ്റി എന്തായിട്ടും അറിഞ്ഞിരിക്കേണ്ടി വരും. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് 2023 ചോദിച്ച 2 ക്വസ്റ്റ്യൻ പേപ്പറിലും അത്യാവശ്യം ടഫ് ആയിട്ട് തന്നെയായിരുന്നു ചോദിച്ചത്. അതായത് ഇത് നമ്മളെ B.Ed ലെവലിൽ നിന്ന് പോയിട്ട് കമ്മ്യൂണിക്കേഷൻ, നമുക്ക് സൈക്കോളജിയിൽ കമ്മ്യൂണിക്കേഷന്റെ പേപ്പർ വരുന്നുണ്ട്. ആ ഒരു അതായത് കമ്മ്യൂണിക്കേഷന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട് എന്ന് വരെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ റീസെന്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുവാനും ആ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവിടുന്ന് പഠിക്കണം. ഇതിലൊക്കെ വരുന്ന മാസ് കമ്മ്യൂണിക്കേഷനിൽ കുറെ ഏരിയാസ് വരുന്നുണ്ട്. അപ്പൊ അതിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ പുതിയ ഏരിയാസ് ഇങ്ങനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്ന ഈ ഒരു 3 പേപ്പർ നമുക്ക് അധികം ടച്ച് ഇല്ലാത്തതാണ്. അത് നമ്മൾ ഇരുന്ന് പഠിക്കുക തന്നെ വേണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ 9th യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് നമുക്ക് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് കറക്റ്റ് ഒരു ബൗണ്ടറി വെക്കാൻ പറ്റില്ല ഇതിന്, നമുക്ക് എത്രത്തോളം പഠിക്കാന്നുള്ളത്. കാരണം ജനറൽ ആണ്. അതായത് നമ്മളെ ജനറൽ നോളേജ് ആണ് ഇവിടെ, GK ആണ് വരുന്നത്. നമ്മൾ ഇന്ന് വായിച്ച പേപ്പറിലുള്ള ഒരു ഇൻഫോർമേഷൻ മേ ബി നമുക്ക് എന്ത് ചെയ്യാം, നെറ്റിലെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതിപ്പോ NEP പോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും എന്താണ് പുതിയ എന്തെങ്കിലും റിസർച്ചുമായി അല്ല നമ്മുടെ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പോളിസീസ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെ അല്ലെങ്കിൽ എൻവിയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇന്ത്യയിൽ മാത്രമല്ല ഓൾ ദ വേൾഡിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ കുറെ സൈക്ലോൺസും അതുപോലെ കുറെ പേരുകളൊക്കെ നമ്മൾ പഠിക്കൂല്ലേ, എന്താണ് ചില കാറ്റുകൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വരും. അതുപോലെ തന്നെ സുനാമി, ഇങ്ങനെയുള്ള കാറ്റസ്ട്രോഫ്സ് ഒക്കെ വരും. അപ്പൊ അതിന് ഓരോ കൺട്രീസിൽ ഓരോ പേരൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ചോദിക്കും. അതല്ലെങ്കിൽ ചില കൺട്രിയിൽ അത് ഉത്ഭവിച്ചത് എവിടുന്നാണ് അതിന്റെ ഒറിജിന്, ആ ഒറിജിനിൽ അവർ ഒരു പേരായിരിക്കും ഇട്ടൊക്കെ. അപ്പൊ സൈക്ലോമിന്റെ ഒക്കെ പേരുകളൊക്കെ ഉണ്ടാവും. അത് ഓരോ കൺട്രിയിലും ഡിഫറെന്റ് ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനൊരു ബൗണ്ടറി വെക്കാൻ പറ്റില്ല ഈ ഒരു യൂണിറ്റിന്. പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ JRF ഒക്കെ എയിം ചെയ്യുന്ന ആളുകൾ
ഒരിക്കലും ഞാൻ പിന്നെയും പറയാണ്, ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു യൂണിറ്റ് ആണ് യൂണിറ്റ് 9 എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു യൂണിറ്റിന്. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഹയർ എഡ്യൂക്കേഷന് ഇതുപോലെ കുറെ പോളിസീസ് ഉണ്ട്. അതന്നെ നമുക്ക് ഇൻഡിപെൻഡന്റ് മുന്നേ വന്ന കാര്യങ്ങളുണ്ട്, ഇൻഡിപെൻഡന്റ് ശേഷം വന്ന കുറെ കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇതിന്റെയൊക്കെ കൂടെ തന്നെ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ എങ്ങനെയായിരുന്നു ഹയർ എഡ്യൂക്കേഷൻ വന്നിരുന്നത് അന്നത്തെ കാലത്ത്. ഇപ്പൊ നാളന്ത അങ്ങനെയൊക്കെ പറയുന്ന കുറെ എന്തുണ്ട്, കുറെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട് നമ്മുടെ ആൻഷ്യന്റ് ഇന്ത്യയിലുള്ളതാണ്. അവിടെ വന്ന ഗുരുകുലം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ലോജിക്കൽ റീസണിങ് ആണ്. ഇവിടെ നമുക്ക് മാത്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ലോജിക്കൽ റീസണിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ടെർമിനോളജീസ് ഉണ്ട്, സിലോജിസംസ്, പ്രപ്പോസിഷൻസ്, അങ്ങനെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇതിൽ തന്നെ പിന്നെ വരുന്നുണ്ട് പ്ലസ് ഇന്ത്യൻ ലോജിക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ലോജിക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു ഏരിയ തന്നെയാണ്, അത് നമ്മൾ പഠിക്കണം. 2019 ഏറ്റെടുത്ത ആ ഒരു ടൈമിൽ 2021-22 വരെയൊക്കെ ഇന്ത്യൻ ലോജിക്കിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അതെന്തായി, അപ്പൊ നമുക്ക് ഇന്ത്യൻ ലോജിക്ക് പഠിച്ച് ആ ഒരു ബേസിക് ആയിട്ട് ഇന്ത്യൻ ലോജിക്കിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ആൻസേഴ്സ് ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നിട്ട് കുറച്ചായി, ഇപ്പൊ ഇതും ഇൻഡെപ്തിൽ ചോദിക്കാൻ തുടങ്ങി. അതായത് ഇന്ത്യൻ ലോജിക്കിൽ വരുന്ന കാര്യങ്ങൾ ഫാലസീസിൽ തന്നെ ഫാലസീസിന്റെ ഇൻഡെപ്തിൽ വരുന്ന അങ്ങനെ ഇൻഡെപ്തിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയാ, ഇങ്ങനെ പുതിയതായിട്ട് വരുന്നതാവുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ളത് ചോദിക്കുള്ളൂ. പക്ഷെ ആ പുതിയതായിട്ട് വന്ന് കുറച്ചായിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇൻഡെപ്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ നിങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ അത്രയും എന്താണ് നമുക്ക് അത്രയും കുറച്ച് പഠിച്ചാൽ മതിയാവും. നമ്മൾ ഇനിയും ടൈം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇനിയും ഇൻഡെപ്തിലേക്ക് പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഓക്കെ, പിന്നെ ഇതിലൊക്കെ നമുക്ക് സിലബസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നെറ്റിനാണ് ക്വാളിഫൈ ചെയ്യുന്നത്, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേതെങ്കിലും ചില യൂണിറ്റുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ യൂണിറ്റുകൾ നിങ്ങൾ ഒഴിവാക്കരുത്. ബാക്കി ഇപ്പൊ നിങ്ങൾക്ക് 1-2 യൂണിറ്റ് ഒഴിവാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഈ മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും ഓൾമോസ്റ്റ് നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും. അപ്പൊ ഇതിനായിട്ട് നിങ്ങൾ അധികം ടൈം ഫോക്കസ് ചെയ്യണ്ട. ദെൻ പിന്നെ ടീച്ചിങ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, നമുക്ക് ഏകദേശമൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഭാഗവും നമുക്ക് പഠിക്കാം. ദെൻ ഈ ഒരു പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ഹയർ എഡ്യൂക്കേഷൻ ലോജിക്കൽ റീസണിങ്ങൾ നമുക്ക് സെലക്റ്റീവ് ആയിട്ട് മാത്രം പഠിക്കാം. എല്ലാ പേപ്പറും നമ്മൾ എല്ലാ ഏരിയയും ഫോക്കസ് ചെയ്യുന്നതിന്റെ പകരം ചില പേപ്പേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്യാം, ബാക്കിയുള്ള ഏരിയാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്നതോടുകൂടി ഇത് പേപ്പർ 1 മാത്രമല്ല പേപ്പർ 2 നമുക്ക് ഈ ഒരു മെത്തഡോളജി യൂസ് ചെയ്യാം. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതോടുകൂടി ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റണം, ഇത് ഞാൻ എന്താണ് ഇവിടെ ഞാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ, എനിക്ക് 2 മാർക്കിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ നമ്മൾ പിന്നെ നിങ്ങൾ എന്താണ് പഠിച്ച ഏരിയയും പഠിക്കാത്ത ഏരിയ ഏതാന്നുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മൈൻഡിൽ വേണം എക്സാം ഹോളിലേക്ക് നിങ്ങൾക്ക് എടുക്കുന്നതിന് മുന്നേ. സോ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അതാണ്, ഇത് എനിക്ക് പറ്റുമോ ഇല്ലേ. പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ നോക്കാത്ത ഭാഗത്തു നിന്നാണെങ്കിൽ അത് അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്യണം. അവിടെ പിന്നെ നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾ ഏതെങ്കിലും റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക, നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അവിടെ നിങ്ങൾക്ക് ടൈമിനെ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾക്ക് എന്തായാലും ഈ 300 ക്വസ്റ്റ്യനും നമുക്ക് മാർക്ക് വേണ്ട, നമുക്ക് 150 ക്വസ്റ്റ്യന്റെ മാർക്ക് മതി. പക്ഷെ ആ 150 എന്താവണം, നമ്മൾ കറക്റ്റ് ആൻസർ കൊടുത്തിരിക്കണം. അതാണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി 150 ക്വസ്റ്റ്യന്റെ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ബാക്കി വരുന്ന നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന 150-ലെ കറക്റ്റ് ആൻസർ ആക്കാന് കറക്റ്റ് ആൻസറിന് ചൂസ് ചെയ്യാൻ എടുക്കണം. ഓക്കെ, അപ്പൊ ഈ 150-ല് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം ഹോളിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ചില ഏരിയാസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ടുവെക്കാം. ഇത്രയും ഇൻഡെപ്ത് നിന്നാണ് ഈ ഏരിയന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു എന്താണ് മുന്നേ കൂട്ടി നമ്മൾ കണ്ടുവെക്കുക. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അപ്പൊ തന്നെ സ്കിപ്പ് അടിക്കിച്ച് പോകാം. സ്കിപ്പ് അടിക്കരുത്, നെഗറ്റീവ് മാർക്ക് ഇല്ല, ഏതെങ്കിലും റാൻഡം ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് കൊടുക്കാം. ദെൻ ആ ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടേണ്ട 150-ല് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഏരിയയിലെ 150 ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എക്സാം ഹോളിലെ ടൈം മാനേജ് ചെയ്യേണ്ടത്.
ദെൻ ഇത് പേപ്പർ 1 നിങ്ങൾ എയിം ചെയ്യേണ്ടത് 55% മാർക്ക് നിങ്ങൾക്ക് പേപ്പർ 1 കിട്ടണം ഫോർ നെറ്റിനാണെങ്കിൽ. പക്ഷെ JRFനാണെങ്കിൽ എന്താണ് നിങ്ങൾ 65 മാർക്ക് നിങ്ങൾ 65% പേപ്പർ 1 നിങ്ങൾ ഫോക്കസ് ചെയ്തെടുക്കണം. അതിൽ നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാം ഈ യൂണിറ്റിൽ ഏതൊക്കെ യൂണിറ്റ് ആണ് നിങ്ങൾക്ക് കോൺഫിഡന്റ് ഉള്ളത്. അപ്പോൾ ആ ഇപ്പൊ നിങ്ങൾ യൂണിറ്റ് 5 എന്നുള്ളതാണ് നിങ്ങൾ കോൺഫിഡന്റ് ഉള്ള ഏരിയ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ യൂണിറ്റ് 5 ഓൾമോസ്റ്റ് 20 അബോവ് അല്ലെങ്കിൽ 30 പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ നിങ്ങൾ ചെയ്തിരിക്കണം. ആ ചെയ്തതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താവണം, 100% നിങ്ങൾക്ക് ഉറപ്പ് വരണം ഈ ഏരിയന്ന് വന്ന എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾ സെലക്ട് ചെയ്ത പേപ്പറിൽ 100% നിങ്ങൾ ഉറപ്പിക്കണം ഈ ഇതിന് വന്ന എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ചെയ്യുന്നുള്ളത്. ഓക്കെ, ബാക്കി പേപ്പറിന്റെ നിങ്ങൾക്ക് ഏരിയ മാത്രം സെലക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും, പഠിക്കുന്ന സമയത്താണെങ്കിലും എക്സാം ഹോളിന്റെ സമയത്താണെങ്കിലും. ഓക്കെ, അപ്പൊ നമുക്ക് 6 to 7 യൂണിറ്റുകൾ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് പഠിക്കാം. പിന്നെ ബാക്കിയുള്ള ഏരിയയിൽ നമുക്ക് ഓൾമോസ്റ്റ് എന്ത് ചെയ്യാം, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവുക, ഇൻഡെപ്തിലേക്ക് പോകണ്ട. 6 to 7 യൂണിറ്റുകൾ നിങ്ങൾ ഇൻഡെപ്തിൽ തന്നെ പഠിക്കുക. ബാക്കിയുള്ള പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ഓവർവ്യൂ കൊടുക്കുക. ഓക്കെ, അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഏതൊക്കെയാണ് ആ ഓവർവ്യൂവിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ദെൻ ഈ 2 ഏരിയാസ് എന്ന് പറയുന്നത് പുതിയതായിട്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ്. അപ്പൊ ഈ ഒരു ഏരിയ നിങ്ങൾ കഴിയുന്നതും പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. കുറച്ച് മുന്നേ ആണെങ്കിൽ ഇതിൽ തന്നെ വരുമായിരുന്നു ഇന്ത്യൻ ലോജിക്കൊക്കെ ഉള്ള, അതായത് ലോജിക്കൽ റീസണിംഗും കൂടെ വന്നിരുന്നു. പക്ഷെ ഈ ഒരു 2023 ചോദിച്ച 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ലോജിക്കൽ റീസണിംഗ് അധിക ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു. ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ പീപ്പിൾ ഡെവലപ്മെന്റും കമ്മ്യൂണിക്കേഷനിലും നല്ല ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പോൾ സബ്ജക്റ്റിന്റെ അനാലിസിസ് ഞാൻ അധികം ടൈം കൊടുക്കുന്നില്ല, കാരണം ഇപ്പൊ നമ്മുടെ ഇതിന്റെ മുന്നേ ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടതുണ്ട്, അതിലൊക്കെ പറയുന്നുണ്ട് സബ്ജക്ട് നമ്മൾ എങ്ങനെ പഠിക്കേണ്ടതെന്ന്. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ പറയുന്നത് ഈ തൊട്ടടുത്ത് നടന്ന എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. സോ ഇപ്പൊ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് മാത്സ് എന്നും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പക്ഷെ കുറച്ചുകൂടെ മുന്നേ ആണെങ്കിൽ നമുക്ക് OS, അതുപോലെ തന്നെ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ SC, ഈ ഭാഗത്ത് നിന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ SC എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറഞ്ഞു വരികയാണ്. അതിന്റെ കൂടെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്ന ഏരിയയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് മാത്സ്. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ ഒരു IT റിലേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് AI റിലേറ്റഡ് ആയിട്ടാണ്. അപ്പൊ AI തന്നെ ഡിഫറെന്റ് ഏരിയാസ് വരുന്നുണ്ട്. സോ ഇപ്രാവശ്യം ഡിസംബറിൽ ചോദിച്ചു 23 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വന്ന ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻഡെപ്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു എക്സാമ്പിൾ ഒക്കെ പറയാൻ നമ്മൾ പെർസെപ്ട്രോൺ ഒക്കെ പഠിക്കും. പെർസെപ്ട്രോണിന്റെ തന്നെ 3 ലെയേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെ എന്താണ് അത്രയും ഡെപ്തിലേക്ക് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവില്ല. 3 ലെയറിൽ വരുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ന്യൂമറിക്കൽ എക്സാം ക്വസ്റ്റ്യൻ അത് സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് അറിയായിരിക്കും, മെത്തേഡ്സ് നമുക്ക് അറിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തിയറി പഠിച്ചു പോണ സമയത്ത് നമ്മൾ എന്താണ് 1 ലെവൽ പെർസെപ്ട്രോൺ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, 2 ലെവൽ എങ്ങനെ ചെയ്യാം, അതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ 3 ലെവൽ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എക്സാം ഹോളിൽ എത്തുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവുക. അപ്പൊ അതിൽ അത്രയും ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ 3 അവേഴ്സിന്റെ ഉള്ളിൽ അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അത് വരിക. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്രാവശ്യം AI-നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ JRF-നൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ ആണ് AI എന്നുള്ള ഏരിയ. അതുപോലെ തന്നെയാണ് ഡിസ്ക്രീറ്റ് മാത്സ്. നമ്മൾ റിസർച്ചിന് പോവുകയാണെങ്കിൽ എന്തായാലും നമുക്ക് മാത്സ് വേണം. അപ്പോൾ ഡിസ്ക്രീറ്റ് മാത്സിൽ തന്നെ ചോദിക്കുന്ന ഏരിയയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതെന്ന് ചോദിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമ്മുടെ ജനറൽ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പൊ എന്താണ് ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് എത്ര, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന നമ്പേഴ്സ് മാത്രം വെച്ചിട്ട് എത്ര നമ്പേഴ്സ് ഫോം ചെയ്തോ ആ ഫോം ചെയ്ത നമ്പറുകളുടെ ആഡ് ചെയ്താൽ എത്ര വാല്യൂ കിട്ടുക, അങ്ങനെ ഒരു ജനറൽ ബേസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അതായത് നമുക്ക് എന്താണ് നമ്മൾ പഠിച്ച കാര്യം അപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ എത്രത്തോളം എത്തിക്കാൻ പറ്റും, ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ദെൻ കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ എന്നുള്ള
എന്നുള്ള ക്വസ്റ്റ്യൻസും കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇത് കേട്ടോ. ഈ രണ്ട് അല്ലെങ്കിൽ ഈ അടുപ്പിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുമ്പോൾ മൈക്രോ പ്രൊസസ്സറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവാണ് ചോദിക്കുന്നത്. ഓക്കെ, 8086 അല്ലെങ്കിൽ 8085ന്റെ ഇൻസ്ട്രക്ഷനോ അതൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ ജൂണിൽ ചോദിച്ചു. ജൂണില് ഒരു ക്വസ്റ്റ്യനില് നമുക്ക് കുറച്ചൊരു പ്രോഗ്രാമിന്റെ ഒരു ഏരിയ തന്നിട്ട് അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം ക്വസ്റ്റ്യൻസ് കുറവാണ്. പക്ഷെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇവിടുന്ന് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് റീസെന്റ് ചോദിച്ച് കാണുന്നുണ്ട്. പക്ഷെ ആ 10 ക്വസ്റ്റ്യന് മിക്സ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ ചോദിക്കുന്നത് സിയിലെ ക്വസ്റ്റ്യനും, ചിലപ്പോൾ ചോദിക്കുന്നത് ഗ്രാഫിക്സ് എന്നായിരിക്കും, ചിലപ്പോൾ ചോദിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആണ്. പക്ഷെ ജാവ എന്നുള്ളതും വെബ് എന്നുള്ളതും ക്വസ്റ്റ്യൻസ് കുറവാണ് ചോദിക്കുന്നത്. ഓക്കെ, ബട്ട് ഈ രണ്ട് ഏരിയ അപ്പൊ അല്ലെങ്കിൽ വെബ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, കുറച്ചുകൂടി ഹയർ ലെവലിലാണ് ചോദിക്കുക. അതായത് നമ്മുടെ ഇപ്പൊ റീസെന്റ് ട്രെൻഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് വെബ് നമ്മൾ HTML ഒക്കെ നിങ്ങൾ PG പഠിച്ചതല്ല ചോദിക്കുക. ഒന്നും കൂടി ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന വെബ് ടെക്നോളജീസും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതിലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ പുതിയ ടെക്നോളജി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നുള്ളൂ. പക്ഷെ ഇതിപ്പോ നമുക്ക് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ സീന്ന് കുറെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുക ഊപ്പ് കൺസെപ്റ്റുകളായിരിക്കും. ഓക്കെ, ചിലപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് കുറെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിക്കുക സീന്ന് കുറെ ആയിരിക്കും. സീന്ന് ഓൾമോസ്റ്റ് കുറെ ചോദിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ചോദിക്കുന്നത് ബാക്കി 5 സീന്ന് 5 ചോദിച്ചാൽ ബാക്കി 5 ചോദിക്കുക ഒന്നുകിൽ ഊപ്പ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഗ്രാഫിക്സ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ വെബ് എന്ന്, അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. വെബും ജാവയും മിക്സ് ചെയ്തിട്ടൊക്കെ ചോദിക്കുക. ഈ ഒരു ട്രെൻഡാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ ജൂണിൽ എടുത്തു കഴിഞ്ഞാൽ 2023 ജൂണിൽ ചോദിച്ചത് സിയും ഗ്രാഫിക്സും ആണ് ചോദിച്ചത്. പക്ഷെ അപ്പോ നമ്മൾ എക്സാമിന്റെ മുന്നേ PVQ ചെയ്തപ്പോൾ തന്നെ നമ്മൾ അത് പ്രെഡിക്ട് ചെയ്തു, മേ ബി ഇനി ചോദിക്കുക ഊപ്പ് കൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഊപ്പ് കൺസെപ്റ്റിന് മാത്രമായിട്ട് തന്നെ നമ്മൾ PVQ സെഷൻ വെച്ചു. അപ്പോൾ നമ്മുടെ ലക്ക് എന്ന് പറയട്ടെ, നമ്മൾ അത് എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നമ്മുടെ മൈൻഡിൽ വന്നൊരു തോട്ടാണ്. ആ തോട്ടിൽ നമ്മൾ എടുത്ത് ചെയ്തതാണ്. പക്ഷെ അത് എന്തായിരുന്നു, പിന്നെ ഇപ്രാവശ്യം ഡിസംബറിൽ ചോദിച്ചതിൽ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ്, അത് ഞാൻ തന്നെ ആയിരുന്നു ആ ഒരു ഏരിയ എടുത്തത്. നമുക്ക് അത്രയും സന്തോഷമായി. കാരണം അത് നമ്മൾ ചോദിച്ച അതേ കൺസെപ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഓക്കെ, ഊപ്പ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ഫ്രണ്ട് ക്ലാസ് ആണെങ്കിലും കൺസ്ട്രക്ടേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസംബർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഡാറ്റാബേസിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ ഇപ്രാവശ്യം വന്ന എന്താണ് DI നമ്മളെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ വന്നത് DBMS ഉണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റേ ഏരിയ കുറഞ്ഞിട്ട് ഒരു ടാബിൾ വെച്ചിട്ട് 5 ക്വസ്റ്റ്യൻസ് വന്നു. ഓക്കെ, പിന്നെ OS സോഫ്റ്റ്വെയർ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. OS ഏരിയ പോയിട്ടില്ല. ഇപ്പോഴും ആ ഒരു 10 ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. SC എന്നാണ് കുറഞ്ഞു വരുന്ന പോലെ ഒരു ട്രെൻഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ. ഡാറ്റ പിന്നെ ചോദിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ഹൈ ലെവലാണ്. നമ്മൾ എന്താണ് DS ഇതൊന്നും ചോദിക്കുന്നില്ല. എന്താണ് നമ്മൾ കുറെ വാട്ടർഫോൾ മോഡൽ അങ്ങനെ പഠിക്കുന്ന മോഡലൊന്നും അധികം ഒന്നും ചോദിക്കുന്നില്ല. പക്ഷെ അവിടുന്ന് ചോദിക്കുന്നത് പ്രൊജക്ട് എസ്റ്റിമേഷൻസ് ഒക്കെയാണ്. നമ്മൾ പ്രൊജക്ട് എസ്റ്റിമേഷനിൽ അങ്ങനെ വരുന്ന കാര്യങ്ങളിലൊക്കെയാണ് ഒന്നുകൂടെ ചോദിക്കുന്നത്. LOP അതിന്ന് വരുന്ന ന്യൂമറിക്കൽസ് അത്തരം ക്വസ്റ്റ്യൻസിലൊക്കെയാണ് SCയിലേക്ക് കാണുന്നത്. പിന്നെ ഡാറ്റാ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഈ ഒരു ഏരിയയും എപ്പോഴും ചോദിക്കുന്ന ഏരിയ തന്നെയാണ്. അൽഗോരിതം അനാലിസിസിലേക്കാണ് ഒന്നുകൂടെ ഫോക്കസ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഡാറ്റാ സ്ട്രക്ചറിലായിരുന്നു ഫോക്കസ് ചെയ്യുന്നത്. ട്രീ, BST, AVLA, B-tree, B+tree ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നുകൂടെ അൽഗോരിതം അനാലിസിസിലേക്കാണ് ക്വസ്റ്റ്യന്റെ ഫോക്കസ് പോകുന്നത്. ഓക്കെ, ദെൻ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ കമ്പൈലറും വരുമ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. കമ്പൈലറിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ TOCയിൽ തന്നെ ട്യൂറിംഗ് മെഷീന്റെ NP കംപ്ലീറ്റ്, അതുപോലെ തന്നെ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ്. അപ്പോൾ അൽഗോരിതം അനാലിസിസിൽ വരുന്നതാണ് ഒപ്റ്റിമൈസേഷന്, അതുപോലെ പാരലൽ അൽഗോരിതംസ്. ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ ഡെപ്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ NTA വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ പ്ലസ് ഒരു ഏരിയ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ JRFന് നിങ്ങൾ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ഏരിയ മാത്രം പഠിച്ചാൽ പോരാ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഏരിയ ഏതായിരിക്കും എന്നുള്ളത് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ആ ഏരിയയും കൂടെ ഫോക്കസ് ചെയ്യേണ്ടി വരുന്ന ഒരു രീതിയാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. നെറ്റ്വർക്ക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ തന്നെയാണ്. ഓക്കെ, ദെൻ പിന്നെ AI നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏറ്റവും സ്റ്റഡി ഏരിയാസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് AI യും ഡിസ്ക്രീറ്റും ആണ്, നമ്മൾ പറഞ്ഞതാണ്. ഇനി
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനിലും ഓരോ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണമാണ്. കണ്ടോ, DI എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ എണ്ണം എല്ലാ കാലത്തും എന്ത് തന്നെയാണ്, കൂടുതൽ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ PG പഠിക്കുന്ന കാര്യം എങ്ങനെ നിങ്ങൾ അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരുന്നു, അതാണ്. നിങ്ങൾ PGയിൽ നമ്മൾ തിയറി മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ ആ തിയറിനെ എങ്ങനെ അപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്. നമ്മൾ നെറ്റിൽ നമുക്ക് നമ്മളെ ചെക്ക് ചെയ്യുന്നത്, നെറ്റിന്റെ എക്സാമിന് നമുക്ക് ആൻസർ ആക്കി മാറ്റുന്നത് അങ്ങനെയാണ്. സോ DI എന്ന് പറഞ്ഞാൽ മാത്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ആണെങ്കിലും, പക്ഷെ സെറ്റ് നിന്ന് വരെ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. സെറ്റ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ +2 തൊട്ട് പഠിക്കുന്നതാണ്, പക്ഷെ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അത് ഓരോ പ്രോപ്പർട്ടീസ് ഒക്കെ, സിമെട്രിക് ഏതാ, റിഫ്ലെക്സീവ് ഏതാന്നൊക്കെ നമുക്ക് ഓരോന്ന് തന്നിട്ട്, പിന്നെ ഗ്രൂപ്പ് തിയറി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫ് തിയറി, ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ സൈക്കിൾസ്, അങ്ങനെ യൂളർ സർക്കിൾ, അതിനെങ്ങനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം, അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറംസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു യൂണിറ്റിൽ. ആ തിയറം വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെന്റുകൾ ചോദിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ 3 or 4 തിയറൊക്കെ വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയും. ഓക്കെ, പിന്നെ 4 ഓപ്ഷൻ വന്നിട്ട് ഇത്ര സ്റ്റേറ്റ്മെന്റുകൾ ഇതിൽ ട്രൂ ഉണ്ട്, ഇത്ര ഫോൾസ് ആണെന്ന് പറയും. ദെൻ കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ, COA എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവായിട്ട് വരുന്നുണ്ട്. പക്ഷെ പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഇപ്പൊ ലാസ്റ്റ് വന്നതിലൊക്കെ COAയിലാണെങ്കിലും എന്താണ് 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അതിലും ബേസിക് ആയിട്ടുള്ള ഏരിയ അല്ല, കുറച്ചുകൂടെ ഇൻഡെപ്തിലേക്കാണ് ചോദിക്കുന്നത്. ദെൻ അപ്പോ പിന്നെ നമുക്ക് പ്രോമിനന്റ് ആയിട്ട് ചോദിക്കുന്നത് OS എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഡാറ്റാബേസ് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് ക്വസ്റ്റ്യന്റെ എണ്ണം ഇങ്ങനെ SC എന്നാണെങ്കിൽ ക്വസ്റ്റ്യന്റെ എണ്ണം കുറഞ്ഞുകൊണ്ട് വരിക. ഓക്കെ, കൂടി വരുന്നത് ഏതാണ്, DIയും AIന്നുമാണ് കൂടുതൽ വരുന്നത്. ബാക്കിയുള്ളതിനൊക്കെ ഓൾമോസ്റ്റ് ഒരേപോലെ തന്നെ ചോദിക്കുന്നത്. തിയറി ഓഫ് TOCന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ദെൻ ഇപ്രാവശ്യം കോംപ്രഹെൻഷൻ ചോദിച്ചത് എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ അതിലെ മെമ്മറി എങ്ങനെയാണെന്നുള്ളതൊക്കെ പ്രോഗ്രാമിങ്ങിന്റെ ഒരു ഏരിയയും കൂടെ ചേർത്തിട്ടാണ് ചോദിച്ചത്, മിക്സ് ചെയ്തിട്ടാണ് ചോദിച്ചത്. പിന്നെ DBMS എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് എന്ത് വരുന്നത്, നമ്മുടെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു ടോപ്പിക് എടുക്കുക, ആ ടോപ്പിക്കിന്റെ പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ ചോദിച്ചത് അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ആ ഏരിയ നിങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഓക്കെ, ദെൻ പിന്നെ പോവുക അടുത്ത ഏരിയയിലേക്ക്. ആ ഏരിയ അതുപോലെ നിങ്ങൾ കൺസെപ്റ്റ് പഠിക്കുക, പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ദെൻ നിങ്ങൾ 1 വീക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് 10 ഏരിയാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 10 ഏരിയാസിനെ മൊത്തത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഈ 10 ഏരിയ എന്ന് വന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സ്റ്റഡി സ്ട്രാറ്റജി കൊണ്ടുപോകേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 3 months വരെ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ എടുക്കുക. ബാക്കിയുള്ള 3 months നിങ്ങൾ എന്ത് ചെയ്യണം, ഫുള്ള് മോക്ക് ടെസ്റ്റുകളും ക്വസ്റ്റ്യനും മാത്രം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ ചില ഏരിയാസ് അതിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഏരിയയിലുള്ള കൺസെപ്റ്റും കൂടി ക്ലിയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ അതിന് നോട്ട് വേറെ പ്രിപ്പയർ ചെയ്യുക, പിന്നെ അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ സ്ട്രാറ്റജി കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ ചെയ്യുന്നത്, ഫൈൻഡ് ഔട്ട് ദ ഇമ്പോർട്ടന്റ് ഏരിയ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇമ്പോർട്ടന്റ് ഏരിയ ഏതാന്നുള്ളത്. ഫോക്കസ് ഓൺ റെലവെന്റ് ടോപ്പിക്സ്. അപ്പോൾ നമുക്കിപ്പോൾ നിങ്ങൾ OS പഠിക്കുമ്പോൾ OSൽ ഫസ്റ്റ് നമ്മൾ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് പഠിക്കും. പക്ഷെ ആ ഏരിയന്ന് ഈ അടുത്തൊന്നും ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ കുറെ ജനറേഷൻ നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ ആ ഓരോ ജനറേഷനിൽ നമ്മൾ എന്തൊക്കെ ടെക്നോളജീസ് ആണ് യൂസ് ചെയ്തിരുന്നത്, ആ ടെക്നോളജി ഇൻഡെപ്ത് ആയിട്ട് എന്താ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇപ്പൊ ഡെഡ് ലോക്ക് ഹാൻഡ്ലിംഗ് ആണെങ്കിലും പ്രിവെൻഷൻ ആണെങ്കിലും അവർ യൂസ് ചെയ്യുന്ന അൽഗോരിതം ആണെങ്കിലും എങ്ങനെയാണ് നമ്മളവിടെ ബാങ്കേഴ്സ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്, അതിന്റെ ന്യൂമറിക്കൽസ് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ എങ്ങനെയാണ് പേജ് ഫോൾട്ട് അതിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്, അവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് അൽഗോരിതംസ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട ഫോക്കസ് നിങ്ങൾ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ക്വസ്റ്റ്യൻ നെറ്റിന് നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാവില്ല, അതവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള റെലവെന്റ് ടോപ്പിക് ഏതാണ് കണ്ടെത്തുക, അവിടേക്ക് ഫോക്കസ് ചെയ്യാം. ദെൻ അനലൈസ് ദ റീസെന്റ് പേപ്പേഴ്സ്, അറ്റൻഡ് മോക്ക് ടെസ്റ്റുകൾ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അറ്റൻഡ് ദ മോക്ക് ടെസ്റ്റ് ആണ്. നിങ്ങൾ
എക്സാമിന്റെ 1 മന്ത് മുന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് എന്താണ് 2 മോക്ക് ടെസ്റ്റ് നമുക്ക് എവിടെ ഉണ്ട്, എന്റെ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതല്ല നമ്മളെ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊന്നും അറിയില്ല, നമുക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെ ആവും. പക്ഷെ നിങ്ങൾ അവിടെ തളരരുത്, പിന്നെയും നിങ്ങൾ പുതിയ ഏരിയ പഠിക്കുക, പിന്നെയും ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ചെയ്യണം. കാരണം എന്താണ്, നിങ്ങൾ ടൈം മാനേജ്മെന്റും കൂടി നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ പഠിക്കുന്നത്. അപ്പൊ ടൈം മാനേജ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാന്നുള്ളതിന്റെ ഒരു നോളജും കൂടെ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. ദെൻ നോ ദ സിലബസ്. ഇനി എന്താണ് സോറി, ഇവിടെ നോ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മാറിപ്പോയതാണ്. നോ ദ ക്വസ്റ്റ്യൻസ്. എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക അല്ലെ? അപ്പൊ നമ്മൾ സിലബസ് എന്താന്ന് നോക്കി, ദെൻ എക്സാം എന്താന്ന് നോക്കി. ഇനി നമുക്ക് ലാസ്റ്റ് വേണ്ടതാണ് എങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യാം. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ട്രൈ ടു സോൾവ് ഓൾ ദ PYQs. എത്രത്തോളം PYQ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ നമ്മൾ ഒരുപാട് PYQs വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ മേക്ക് ഷുവർ ദാറ്റ് ദ ആൻസർ ഈസ് കറക്റ്റ്. ഇനിയിപ്പോ നിങ്ങൾ ഓക്കെ, അപ്പൊ നമ്മള് എന്താണ്, നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണ്. പക്ഷെ അതിലൊന്നും നിങ്ങൾ 100% നിങ്ങൾ എന്ത് ചെയ്യരുത്, ആൻസർ അത് കറക്റ്റ് ആണെന്ന് നോക്കരുത്, അത് ഉറപ്പിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷനും കൂടെ വായിച്ചിട്ട് നോക്കണം. എന്നിട്ടേ നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യന് കറക്റ്റ് ആണെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ നിങ്ങൾക്ക് എന്തുണ്ട്, നമ്മൾ ChatGPT ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, 100% ക്വസ്റ്റ്യന് ആൻസർ കറക്റ്റ് ആണ് തരുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ റോങ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ ഇതൊക്കെ എല്ലാ ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അത് ആ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ഉള്ള കാര്യത്തിന് മാത്രം ഇത്തരം ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുക. ഇത് നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഡിസ്ക്രിപ്ഷനും കൂടെ വായിച്ചു നോക്കിയിട്ട് നമ്മൾ പഠിച്ച കാര്യത്തിൽ അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ ആൻസർ എന്ത് ചെയ്യാം, ആൻസർ നിങ്ങൾ ട്രൂ ആണെന്നുള്ളത് ഉറപ്പിക്കുക. ഓക്കെ, മാർക്ക് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് മൊഡ്യൂൾ. ഓരോ മൊഡ്യൂളിനും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത് മാർക്ക് ചെയ്യാം. ഐഡന്റിഫൈ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് മൊഡ്യൂൾ. ഓരോ മൊഡ്യൂളിനും അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഓരോ മൊഡ്യൂളിനും നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, റെഫർ പ്രിസ്ക്രൈബ്ഡ് റെഫറൻസ് ബുക്സ്. ഓക്കെ, ഇത് ഇപ്പൊ വന്നിട്ടുള്ള ഒരു ഒരു എന്താണ് ട്രെൻഡ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. മേ ബി നിങ്ങൾ ഏതൊക്കെ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നെറ്റിന്റെ വേറെ ഏതെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ക്വസ്റ്റ്യൻസ്, അതും കോംപ്രിഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൂഫ് തരാം. 2020 DBMS എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കോംപ്രിഹെൻഷൻ ആണ്. 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചത് നമുക്ക് എന്താണ്, റിസർവ് ചെയ്ത ബോട്ടും റിസർവേഴ്സും സെയിലേഴ്സും വരുന്ന 3 ടാബിൾ വെച്ചിട്ട് കോംപ്രിഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അത് നമ്മുടെ സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് എടുത്ത് ചോദിച്ചതായിരുന്നു. അതായത് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ നെറ്റിന്റെ ആണെങ്കിലും PSCന്റെ ഒക്കെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 4 ഓപ്ഷന് നമുക്ക് ട്രൂ ആണെന്ന് തോന്നുന്ന രീതിയിലായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കുക. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത്യാവശ്യം എന്താണ് റിസർച്ച് ചെയ്താൽ മാത്രമേ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആരും എന്തല്ല ചെയ്യുന്നത്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, ഓൾറെഡി ഉണ്ടാക്കി വെച്ച ക്വസ്റ്റ്യൻസിന് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതെങ്ങനെ, അത് നമുക്ക് കിട്ടുന്നത് ഗേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ ISROന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ NICന്റെ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ഇവർ നടത്തുന്നുണ്ട് എക്സാംസ്, അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. സോ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഗേറ്റിന്റെ ഒന്നും നിങ്ങൾ എല്ലാ ലെവൽ ക്വസ്റ്റ്യനും എടുക്കേണ്ട, ഗേറ്റിന്റെ ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ മാത്രം എടുത്താൽ മതി. ഈസി മീഡിയം ലെവൽ മാത്രം എടുത്താൽ മതി. അതിന്റെ ഇൻഡെപ്തിലേക്കൊന്നും നെറ്റിന്റെ ക്വസ്റ്റ്യൻ പോകുന്നില്ല. സോ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് എന്ത് ചെയ്യുക, റെഫറൻസ് ആയിട്ട് നെറ്റിന്റെ റെഫറൻസ് തന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട്, അതിൽ തന്ന ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഈവൻ ഈ ഒരു ഡിസംബർ സൈക്കിളിൽ ചോദിച്ചിട്ടുള്ള നെറ്റ്വർക്കിംഗ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആ നെറ്റ്വർക്കിംഗ് എന്നുള്ള
ഫൊറോസാന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ അറിയാൻ പറ്റും, മുൻകൂട്ടി നമുക്ക് ക്വസ്റ്റ്യൻ അറിയാൻ പറ്റും. എന്താണ് മുൻകൂട്ടി നിങ്ങൾ ക്വസ്റ്റ്യൻ അറിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണ്? ആ ഒരു ക്വസ്റ്റ്യനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് എന്താണ് നമുക്ക് ടൈം കൺസ്യൂമർ ആയിട്ടുള്ള ഒരു കാര്യം. ചിലപ്പോൾ 3 4 അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പൊ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പോൾ എന്താണ് അതിലുള്ള ഓരോ വാല്യൂസ് ഏതാന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് ട്രാൻസ്മിഷന്റെ ഡിലേ ഒക്കെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് നിങ്ങൾ ലെങ്ത് ഏതാണ്, അല്ലെ, ഡാറ്റന്റെ ലെങ്ത് ഏതാണ്, അതുപോലെ തന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് എഫിഷ്യൻസി ഒക്കെ കാണാനാണെങ്കിൽ ഡിസ്റ്റൻസ് ഏതാണ്, ലെങ്ത് ഏതാണ്, അതുപോലെ തന്നെ എന്താണ് ബാൻഡ് വിഡ്ത്ത് ഏതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നോ അത്ര പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ ആൻസറിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ ഓൾറെഡി നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുന്നിൽ എക്സാം ഹാളിൽ വരുന്നെങ്കിൽ ഒന്ന് അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ഇൻക്രീസ് ചെയ്യും. അത് നിങ്ങൾക്ക് ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യാനും കൂടിയുള്ള കോൺഫിഡൻസ് കിട്ടും. രണ്ടാമത് എന്താണ് നിങ്ങൾക്ക് അത്രയും ടൈം അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. സോ മാക്സിമം ക്വസ്റ്റ്യൻസിന് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. അത് ഏതെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യല്ല ചെയ്യേണ്ടത്. പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഈ ഒരു സിമിലർ എക്സാംസുകളിൽ വന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അതും വരെ പറഞ്ഞു, 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. ഈ ടൈം മാനേജ്മെന്റ് എന്നാണ് 2 രീതിയിൽ ചെയ്യണം. ഒന്ന്, നിങ്ങൾ പഠിക്കുന്ന സമയത്തുള്ള ടൈം നിങ്ങൾ മാനേജ് ചെയ്യണം. അത് പറഞ്ഞാല് എന്താണ്, നിങ്ങൾ എങ്ങനെ ആദ്യം നിങ്ങൾ ഒരു പുതിയ പേപ്പറുകൾ, പുതിയ ഏരിയകൾ പഠിക്കാനും പുതിയ ടോപ്പിക് പഠിക്കാനും നിങ്ങൾ കുറച്ച് സമയം ഒരു വീക്കിൽ അല്ലെങ്കിൽ ഒരു ഡേയിൽ എന്ത് ചെയ്യാം, ഇത്ര ടൈം ഞാൻ പുതിയ ടോപ്പിക് പഠിക്കാനാണ്, ദെൻ ഇത്ര ടൈം ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യാനാണ്, അതല്ലെങ്കിൽ ഞാൻ പഠിച്ച ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ്. ദെൻ അത് മാത്രം പോരാ, നിങ്ങൾക്ക് കുറച്ച് ഏരിയ എന്ന് പറയുന്നത്, കുറച്ച് ടൈം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, റിവിഷന് വേണ്ടിയിട്ട് വേണമെന്നുള്ളത്. ദെൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യത്തിന്റെ ഒരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കി വെക്കുക. അത് നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് ചെയ്താലും മതി. അതായത് എക്സാമിന്റെ ഒരു 2 വീക്സ് 3 വീക്സ് മുന്നേ എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒരു സ്മോൾ പേപ്പറിൽ വെച്ചിട്ട് എത്ര ചെറുതാക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ കൺസെപ്റ്റുകൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും ആ രീതിയിൽ നിങ്ങൾ ഗ്രാഫ് ആക്കിയിട്ടോ ടേബിൾ ആക്കിയിട്ടോ ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ദെൻ പിന്നെ നിങ്ങൾ എപ്പോഴും റിവൈസ് ചെയ്യുമ്പോൾ ആ ഒരു മൈൻഡ് മാപ്പ് വെച്ചിട്ട് തന്നെ റിവൈസ് ചെയ്യാം. കാരണം നെറ്റിൽ നമുക്ക് അങ്ങനെ എന്ത് വേണ്ട, കുറേ കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് എല്ലാ ഭാഗവും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിലുള്ള ഒരു ടോപ്പിക് കാണുമ്പോൾ ഡെഡ് ലോക്ക് എന്നുള്ള ഹെഡിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ഡെഡ് ലോക്ക് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് മൈൻഡ് മാപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ അത്രയും ടൈം റിവിഷന് നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. സോ റിവിഷൻ എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾ ഫ്രീക്വന്റ്ലി റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ 24 ഹവറിന്റെ ഇടയിൽ ഫസ്റ്റ് പഠിച്ച കാര്യമാണെങ്കിൽ 24 ഹവറിന്റെ ഇടയിൽ ഒന്ന് റിവൈസ് ചെയ്യാം. പിന്നെ 1 വീക്കിന്റെ ഇടയിൽ റിവൈസ് ചെയ്യാം. പിന്നെ നിങ്ങൾ 1 മന്തിന്റെ ഇടയിൽ റിവൈസ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ ലാസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും ഫുള്ളും നിങ്ങൾ മൈൻഡ് മാപ്പ് ചെയ്ത് വെച്ച പേപ്പർ ഉണ്ടെങ്കിൽ അതൊന്ന് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് വീക്കിൽ ഒരിക്കലും നിങ്ങൾ പുതിയ ഏരിയ കണ്ടുപിടിച്ച് പഠിക്കാൻ നിൽക്കരുത്. ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്, എക്സാമിന്റെ തൊട്ട് മുന്നേ ഉള്ള വീക്ക് എന്ന് പറയുന്നത് ഫുള്ള് നിങ്ങൾ റിവിഷന് വേണ്ടി മാത്രം മാറ്റി വെക്കുക. ഓക്കെ, പിന്നെ ടൈം മാനേജ്മെന്റ് ഇൻ എക്സാം ഹാളിലുള്ള ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ക്വിക്ലി ഐഡന്റിഫൈ വെദർ ദ ക്വസ്റ്റ്യൻ ഇസ് ഇൻ യുവർ പ്രിപ്പയർഡ് ഏരിയ ഓർ നോട്ട്. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്നാണോ ഈ ക്വസ്റ്റ്യന്, അതല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഹാൻഡിൽ ചെയ്താൽ എനിക്ക് 2 മാർക്ക് കിട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കുക. കിട്ടില്ല എന്ന് കണ്ടാൽ നിങ്ങൾ അവിടെ ടൈം കളയരുത്. ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ടൈമിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ട് പോവുക. അതായത് നിങ്ങൾ റാൻഡംലി ചൂസ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റാൻഡം ചൂസ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയുന്ന ആൻസറിൽ ഓൾമോസ്റ്റ് എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരേ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട്. ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുന്നതുണ്ടെങ്കിൽ അതിൽ 10ൽ ഒരു 8 എണ്ണം നിങ്ങൾക്ക് ഓപ്ഷൻ 3 ആണ് കറക്റ്റ് വന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ റാൻഡം ചൂസ് ചെയ്യുന്നത് 3നെ ചൂസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ കൂടുതൽ ടൈം അവിടെ കളയരുത്. അതേപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മൾ പഠിച്ച ഏരിയ എന്നാവും, അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ തോന്നില്ല. പക്ഷെ എന്തോ
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഞാൻ പഠിച്ച ഏരിയ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ സമയം കളയും. പക്ഷെ അതും നിങ്ങൾ ചെയ്യുന്നത് വിഡ്ഢിത്തമാണ്. അവിടെ നിങ്ങൾ ടൈം കളയരുത്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, റാൻഡം ആയിട്ട് ഏതെങ്കിലും ഓപ്ഷൻ ചൂസ് ചെയ്ത് പോകുക. സമയം, നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമെന്നുള്ളത് പ്രൂവ് ചെയ്യാനുള്ള ടൈം അല്ല ഈ നെറ്റിന്റെ എക്സാം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പിന്നെ പ്രൂവ് ചെയ്യാം. ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 മാർക്കിലേക്ക് എത്തിക്കാനുള്ളതാണ്. അത് എത്തിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, സ്കിപ്പ് ചെയ്യുക, അത്രേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഒരു എക്സാമിന്റെ ടൈമിലുള്ള നമ്മുടെ ഹെൽത്ത് എന്നുള്ളതാണ്. നിങ്ങൾ ലാസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് 2 ഡേയ്സിൽ ഒരിക്കലും നിങ്ങളെ സ്ലീപ്പ് നിങ്ങൾ കുറയ്ക്കരുത്. നല്ല സ്ലീപ്പ് വേണം, ദെൻ ഗുഡ് ഫുഡ് വേണം, പിന്നെ നല്ല വാട്ടർ നിങ്ങൾ കുടിച്ചിരിക്കണം, പിന്നെ മൈൻഡിനെ ഫ്രീ ആക്കുക, ടെൻഷൻ ഒഴിവാക്കുക. പറ്റുന്നുണ്ടെങ്കിൽ എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾ ഒന്നും പഠിക്കരുത്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീടിന്റെ അടുത്ത് വല്ല ബീച്ചോ അങ്ങനെ നിങ്ങളെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് സമയം എന്താണ് ഫ്രീ നല്ല എയർ ഒക്കെ ശ്വസിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അത് അവിടേക്ക് ഒന്ന് പോവുക, ഒന്ന് മൈൻഡ് ഫ്രീ ആക്കുക, റിലാക്സ് ചെയ്യുക, എന്നിട്ട് എക്സാം ഹോളിലേക്ക് പോവാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് പറയുന്നത് നമ്മുടെ സ്റ്റഡിയിലെ കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതെങ്കിലും വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി, എന്നിട്ട് എന്ത് ചെയ്യും, ഹായ് ഫസ്റ്റ് ഞാൻ അത്രയും മോട്ടിവേറ്റഡ് ആണ്, ആ ടീച്ചർ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ ചെയ്യുന്നൊക്കെ പറഞ്ഞ നോട്ടൊക്കെ ഉണ്ടാക്കി ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി ഫസ്റ്റ് 2 ദിവസം നമ്മൾ നല്ല പഠിക്കും. അപ്പോഴാണ് വരുന്നത് നമ്മൾ തൊട്ട് റിലേറ്റീവിന്റെ കല്യാണമാണ്, അപ്പൊ അവിടെ ഹൽദി ഉണ്ട്, ഡ്രസ്സ് എടുക്കണം, മൈലാഞ്ചി ഇടണം, ഇത് 100 കൂട്ടം കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അതൊക്കെ എൻജോയ് ചെയ്യണ്ടേ, ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ബാക്കിയുള്ള ടൈം ഫുള്ള് അങ്ങോട്ട് പോയി. അങ്ങനെ ആവരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്നത് ആദ്യം ഫോക്കസ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ എന്താണ്, ഒരു ഡേ നമുക്ക് 3 hours പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാം. ദെൻ എക്സാം അടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആ 3 എന്നുള്ളത് 4 ആക്കുക, 5 ആക്കുക, 6 ആക്കുക, അങ്ങനെ കൂട്ടി കൂട്ടി വരിക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എൻഷുർ ചെയ്യുക നമ്മൾ പറഞ്ഞ ആ ടൈം എന്ത് കല്യാണം ആവട്ടെ എന്താവട്ടെ ഞാനത് എടുത്തിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് 3 hours കൊടുക്കാൻ പറ്റില്ല. 3 hours ആണ് നിങ്ങൾ പ്ലാൻ ചെയ്തെങ്കിൽ ആ 3 hours കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ 2 hours കൊടുത്തു, എന്തായാലും 1 hour എന്തായാലും നിങ്ങൾ കൊടുക്കണം. എന്ത് കാര്യമാണെങ്കിലും 1 hour അതിന് തന്നെ മാറ്റി വെക്കുക. 3 hours നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം കിട്ടുക. ആ റീസെന്റ് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ കുറച്ചുകൂടെ ഫ്രീ ആണെങ്കിൽ അവിടെ നിങ്ങൾ 5 hours കൊടുക്കുക. അപ്പൊ അങ്ങനെ ആ കൺസിസ്റ്റൻസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ബിഗ് ലേണിംഗ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ നമുക്ക് നെറ്റിനെ ഫോക്കസ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്നില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു എന്താണ് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ അല്ലെങ്കിൽ നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എനഫ് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കാനുള്ള സമയം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ അനലൈസ് ചെയ്തിട്ട് ഇന്ന ഏരിയ ആണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് നോക്കാനുള്ള ടൈം നിങ്ങളുടെ കയ്യിലുണ്ടോ? അതുപോലെ തന്നെ കറക്റ്റ് ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ആ സ്റ്റഡിയിൽ തന്നെ പോകുന്നതിന് നിങ്ങൾക്ക് ടൈം ഉണ്ടോ? അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് തന്നെ ചെയ്യുന്ന സമയത്ത് ഡൗട്ട് വന്നാല് ഇപ്പൊ നിങ്ങൾ ഫ്രീ മെറ്റീരിയൽസ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ 100% പറയാണ്, ഒരിക്കലും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസർ കിട്ടില്ല. അത് ഞാൻ നിങ്ങൾക്ക് അത്ര ഉറപ്പ് തരാം. 3 വർഷമായിട്ട് ഇതേ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന മെറ്റീരിയലിലൊക്കെ നമുക്ക് എറേഴ്സ് കാണുന്നുണ്ട്. സോ ആ എറർ എന്താന്നുള്ളത് ക്ലിയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ സപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണ് മേ ബി അത് ഏത് രീതിയിലാവും, നിങ്ങൾക്ക് ഇതേ ഫീൽഡിലുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. നിങ്ങൾ PG സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ കോളേജിൽ എന്താണ് റിസോഴ്സസുകൾ ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവാം, അതല്ലെങ്കിൽ മെറ്റീരിയൽസ് ഉണ്ടാവാം. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻസി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ പഠിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മെറ്റീരിയൽസ് നിങ്ങൾക്ക് എന്താണ് ട്രസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെയാണ് ബിഗ് ലേണിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സിലബസിന്റെ കവറേജ്, ഓൾ സിലബസ് നമ്മൾ എന്താണ് അതിന്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിലും ലൈവ് ക്ലാസ്സുകളാണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ട്. ഇപ്പൊ ഓൾറെഡി നെക്സ്റ്റ് ജൂൺ വരെയുള്ള ഷെഡ്യൂൾ നമ്മുടെ കയ്യിൽ ഓക്കെയാണ്. നിങ്ങൾക്ക് അടുത്ത എക്സാമിന് ഫോക്കസ് ചെയ്യണമെങ്കിൽ ജൂൺ വരെ നിങ്ങളെ പഠനം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഷെഡ്യൂൾഡ് ആണ്.
നിങ്ങൾ ഈ ഓരോ വീക്കിലും എങ്ങനെ പഠിക്കണം, ഓരോ വീക്കിൽ ഏത് ഏരിയ പഠിക്കണം, എവിടെ വെച്ചിട്ട് നിങ്ങൾ റിവിഷൻ നടത്തണം, എപ്പോൾ നിങ്ങൾ ഏത് മോക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യവും നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. നിങ്ങൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെങ്കിൽ ഇത്രയും കാര്യം നമ്മൾ പ്ലാൻഡ് ആണ്. ഓക്കെ, ദെൻ വീക്ക്ലി ഷെഡ്യൂൾസ്, ഓരോ വീക്കിലും നിങ്ങൾ എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ള എല്ലാ ഷെഡ്യൂളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓക്കെയാണ്. ദെൻ ലൈവ് സെഷൻസിന് നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ആവശ്യമുള്ള നിങ്ങൾക്ക് ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. ഓൾ റീസെന്റ് നെറ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ തൊട്ട് കഴിഞ്ഞ ജൂണിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരെ നിങ്ങൾക്ക് എന്തല്ല ജസ്റ്റ് 1 hourൽ 300 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 200 ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞു പോകുന്ന സെഷൻസ് അല്ല. ഓരോ ഏരിയന്ന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആ ഏരിയന്ന് വന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഇപ്പോൾ DBMS ഉള്ള 10 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരു സെഷൻ, അങ്ങനെ നിങ്ങൾക്ക് വിത്ത് ഡിസ്ക്രിപ്ഷനോട് കൂടി നിങ്ങൾക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഡിസംബറിൽ നടന്ന ക്വസ്റ്റ്യന്റെ ഇതുപോലെയുള്ള സെഷൻസ് നമ്മൾ വെക്കും. ഓക്കെ, ദെൻ MCQ സീരീസുകൾ പിന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പൊ അത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പോലെ ആയിരിക്കും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ദെൻ അതിന്റെ ഡിസ്ക്രിപ്ഷന് ടീച്ചേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ട് പറയും. ലൈവായിട്ട് MCQ സീരീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ദെൻ 24 hours നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട്, നിങ്ങൾക്ക് മാത്രം മെന്ററിങ്ങിനായിട്ട് ഒരു മെന്റർ ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ചോദിക്കാം. ആ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് 24 hours ഇടയിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ബിഗ് ലേണിംഗിന്റെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ദെൻ ഇനി നമുക്ക് വരുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അപ്പൊ ഇനി അത് കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് നെറ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഫസ്റ്റ് എന്താണ് ഡിറ്റർമിനേഷൻ കറക്റ്റ് ആക്കുക. ദെൻ പിന്നെന്താ പറയുക, നമ്മൾ PG ഒക്കെ പഠിച്ച് കഴിഞ്ഞ് വന്ന ആളുകളാണ്, അതുകൊണ്ട് വി ക്യാൻ അല്ലെങ്കിൽ യു ക്യാൻ, നിങ്ങൾക്ക് ഇത് കഴിയും. ദെൻ സെൽഫ് മോട്ടിവേഷൻ, നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഒരു പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചോളൂ, ഐ ക്യാൻ അല്ലെങ്കിൽ ഐ വിൽ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക നിങ്ങളുടെ പേരിന്റെ കൂടെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. ഞാൻ അതാവും, അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെങ്കിലാണ് നമുക്ക് നെറ്റ് വേണം. അപ്പോൾ എന്തായാലും അടുത്ത സൈക്കിൾ കഴിയുമ്പോഴേക്കും ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആവും. സോ നിങ്ങളുടെ പേര് എഴുതുക, അതിന്റെ താഴെ അസിസ്റ്റന്റ് പ്രൊഫസറിന് എഴുതി വെക്കുക. അപ്പൊ എന്ന് രാവിലെ നിങ്ങൾ അത് കണ്ട് എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഒരു മോട്ടിവേഷൻ വരും. ഓക്കെ, ദെൻ PYQs അനലൈസ് ചെയ്യുക, ടൈം ടേബിൾ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക, തിയറി ന്യൂമറിക്കലിനും ഒരേ ഫോക്കസ് കൊടുക്കുക, പേപ്പർ 1നും പേപ്പർ 2നും ഒരേ ഫോക്കസ് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഗൈഡ് ഒന്നും പർച്ചേസ് ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് 100% ഏത് ഗൈഡ് നമ്മൾ ഷുവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സ്വന്തം നോട്ട് ഉണ്ടാക്കിയിട്ട് പഠിക്കുക. അതിപ്പോ നിങ്ങൾ ക്ലാസ്, ഇപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള ക്ലാസ്സുകൾ നോട്ടുകൾ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ നോട്ട് വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള വേറെ നോട്ടുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. PYQ ചെയ്യുക, സിമിലർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, ഗേറ്റ് പോലെയുള്ളത്, പിന്നെ ഷോർട്ട് നോട്ടുകൾ ചെയ്യുക, അതായത് മൈൻഡ് മാപ്പിംഗ് ചെയ്യുക ലാസ്റ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങൾ 3 hours ആണ് കൊടുത്തതെങ്കിൽ ആ 3 hours നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. നിങ്ങൾ 3 hours വെറുതെ ഇരിക്കരുത്. നിങ്ങൾ എടുക്കുന്ന ടൈമിൽ നിങ്ങൾ സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്. ദെൻ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഹാളിലും പ്രിപ്പറേഷന്റെ ടൈമിൽ നിങ്ങൾ ടൈം മാനേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് നെറ്റിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിട്ട് പറയാനുള്ളത്. ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നമ്മളെ ഇവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ അതിൽ തന്നിരിക്കുന്ന ആ ഒരു നമ്പർ ആയിട്ടും കൂടെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം.